ഓക്കെ. അപ്പൊ ഓക്കെ. ഇനി നമ്മള് കഴിഞ്ഞ ക്ലാസ് ഞാൻ പറഞ്ഞു AC3 അൽഗോരിതം എന്താണെന്നും അതെന്തിനാണ് ഉപയോഗിക്കുന്നതെന്നും അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാറുണ്ട്. അപ്പൊ AC3 അൽഗോരിതം ഒന്നുമില്ല, ഇത്ര സ്റ്റെപ്സ് ഉള്ളൂ. സ്റ്റെപ്സിന് 6 സ്റ്റെപ്സ് ഉണ്ട്, 6-7 സ്റ്റെപ്സ് ഉണ്ട്. നിങ്ങൾ ഇത്രയും മനസ്സിലാക്കണല്ലോ. നമ്മൾ പറഞ്ഞ ആ കൺസിസ്റ്റൻസി ഇൻകൺസിസ്റ്റൻസി എന്താ? ഇപ്പൊ ഞാനും നമ്മൾ കഴിഞ്ഞ സ്ലൈഡ് നോക്കിയില്ലേ, സൗത്ത് വെയിൽസും അതിന്റെ ടെറിട്ടറി നോക്കിയപ്പോ അയാൾ ബ്ലൂ കളർ ഉപയോഗിച്ചു, അയാൾ മറ്റൊരാൾ ഓൾറെഡി ബ്ലൂ കളർ ഉപയോഗിച്ചു വന്നത്, ഇയാൾക്ക് ബ്ലൂ കളർ ഉപയോഗിക്കണം. അതിന്റെ അർത്ഥം ഇയാൾക്ക് ഇനി ഒരു കളർ ഉപയോഗിക്കാം. അതായത് ഇയാൾക്ക് ഒരു കളർ ഇല്ല. അതൊരു റൂളാണ്, കൺസ്ട്രെയിൻ എന്താണ്? കൺസ്ട്രെയിൻഡ് എന്താണ്? എല്ലാവർക്കും ഒരു കളർ അറ്റ്ലീസ്റ്റ് കൊടുക്കണം, പക്ഷെ അത് ഇൻഡിവിജ്വൽ ആവുമ്പോൾ അല്ലെ, അതാണ് റൂള്. ഇൻഡിവിജ്വൽ ആവുമ്പോൾ പിന്നെന്താണ്, ഇൻഡിവിജ്വൽ ഒരു കളർ സിംഗിൾ ടൈം സെറ്റ് ആകുമ്പോൾ അത് ഏത് കളറായും കുഴപ്പമില്ല, പക്ഷെ അവർ നെയ്ബേഴ്സ് ആണ്. ഇതേ കളർ കൊടുക്കാം, പക്ഷെ അവർ നെയ്ബേഴ്സ് ആണ്. അതാണ് കൺസിസ്റ്റൻസി. പക്ഷെ ഇൻകൺസിസ്റ്റൻസി എന്താ? എനിക്കൊരു നെയ്ബർ ഉണ്ട്, എന്റെ കളർ വരാൻ പാടില്ല. വന്നു കഴിഞ്ഞാൽ അത് ഇൻകൺസിസ്റ്റൻസി വരാം. രണ്ടാമത്തെ കേസിൽ ഇപ്പൊ എന്റെ നെയ്ബേഴ്സ്, എനിക്കാണ് അവസാന ചാൻസ് ഉള്ളത്, പക്ഷെ എന്റെ നെയ്ബേഴ്സ് എല്ലാവരും എന്ത് ചെയ്തു? ആ ഡൊമൈനിലുള്ള എല്ലാ കളറും ചൂസ് ചെയ്തു. എനിക്ക് ചൂസ് ചെയ്യാൻ ഇനി കളർ ഉണ്ടോ? ഇല്ല. അപ്പൊ എന്തായി? അതും ഒരു ഇൻകൺസിസ്റ്റൻസി. അതാണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ ഇതിനെ എങ്ങനെ ഡിറ്റക്ട് ചെയ്യാം? ആ ഇൻകൺസിസ്റ്റൻസി നമ്മൾ വെറുതെ ആയതുകൊണ്ട് പറഞ്ഞേ ഉള്ളൂ. ഇത് അൽഗോരിതം എങ്ങനെ പറഞ്ഞു? അൽഗോരിതം ഒന്നുമില്ല. ആദ്യം ഒരു ക്യൂ എന്നൊരു ഡാറ്റ സ്ട്രക്ചർ, ക്യൂ ഡാറ്റ സ്ട്രക്ചർ ഉപയോഗിക്കണം. ക്യൂവില് കുറെ ആർക്കുകൾ ഉണ്ടാവും. ജസ്റ്റ് ആർക്ക്, അതായത് നോഡും അല്ല പറയുന്നത്, ജസ്റ്റ് ഒന്ന് ആർക്ക് മാത്രം ഇങ്ങനെ കുറെ വരച്ച് വെച്ചിട്ടുണ്ടാവും. കുറെ ആർക്കുണ്ടാവും. CS ഒരു 6 നോഡാണെങ്കിൽ, 5 നോഡാണെങ്കിൽ 5എണ്ണത്തിന് 1 2 1 3 1 4 1 5 അങ്ങനെ ആർക്കുണ്ടാവും. പിന്നെ 2 3 2 4 2 5 പിന്നെ 3 4 3 5 പിന്നെ 4 5 അങ്ങനെ എത്ര ആർക്കുണ്ടോ അത്രയും ആർക്ക് ക്യൂവിൽ എടുത്തില്ല. ഇനി ഇതിന്ന് ഓരോ ആർബിട്രറി കളർ, അതിലൊരു റാൻഡം ആയിട്ടുള്ള ഒരു ആർക്ക് ചൂസ് ചെയ്യണം. ക്യൂ ഒന്നും ഇതിന്നും കണ്ട. ഇത് ഞാൻ ആക്ച്വലി ഇത് അൽഗോരിതം അല്ല, ഇത് സ്റ്റെപ്സ് ആണ്. ജസ്റ്റ് ഒരു സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. അൽഗോരിതം വരാമെന്നേ ഉള്ളൂ. ഓക്കെ, ഇത് അൽഗോരിതം അല്ല, ശ്രദ്ധിക്കുക. അപ്പൊ ഇതിന്ന് ഒരു ആർക്കിനെ, ക്യൂ എന്ന് ഒരു ആർക്കിനെ ചൂസ് ചെയ്തു. ഓക്കെ, ആർക്ക് നമ്മൾ ചൂസ് ചെയ്തു. അപ്പൊ XI അത് കൺസിസ്റ്റന്റ് ആണോ? ആ നോഡായിട്ട് ഇയാൾ കൺസിസ്റ്റന്റ് ആണോ? അപ്പൊ ഡൊമൈൻ ഈസ് അൺചേഞ്ച്. അതായത് ഞാൻ ചൂസ് ചെയ്തതും അയാൾ ചൂസ് ചെയ്തു വേറെ കളർ. അപ്പൊ അൽഗോരിതം എന്ത് ചെയ്യും? ഓക്കെ, നിങ്ങൾ രണ്ടുപേരും കൺസിസ്റ്റന്റ് ആണല്ലോ, ശരി, ഇനി അടുത്ത ക്യൂ ഒന്നും അടുത്ത ആർക്കിനെ എന്ത് ചെയ്യുന്നു? എടുക്കുന്നു. മനസ്സിലായോ? അടുത്ത ആർക്കിനെ എടുക്കുന്നു. അങ്ങനെ അപ്പൊ അയാൾ കൺസിസ്റ്റന്റ് ആയല്ലോ. ഇനിയിപ്പോ നമ്മൾ നോക്കുന്നത് അയാളുടെ ഏത്, ഇത് XI, DA XI ആണ്. ഞാൻ നോക്കിയാണ്, എനിക്ക് പറ്റിയ കളറ് കിട്ടി. ഇനി എൽസ്, അതാണ് എനിക്ക് പറ്റിയില്ല, അത് ചേഞ്ച് ആയി. ഇപ്പോ DA ഞാനാണ് വരിക. ഓക്കെ, DA XI ഞാനാണ് വരിക. അപ്പോ അയാള് ഒരു ബ്ലൂ ചൂസ് ചെയ്തു, എനിക്ക് ബ്ലൂവും ഗ്രീനും എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു. പക്ഷെ ഇനിയിപ്പോ ബ്ലൂ യൂസ് ചെയ്യാൻ പറ്റുമോ? ബ്ലൂ ഒന്ന് റിമൂവ് ചെയ്തു അല്ലെ? അപ്പൊ ചേഞ്ച് ആയില്ലേ? ചേഞ്ച് ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? റിവൈസ് ചെയ്യണം. DAനെ റിവൈസ് ചെയ്യണം. എനിക്ക് ഇനി എന്താവും? ഗ്രീൻ ബ്ലൂ എന്ന സെറ്റ് എന്തായി മാറും? ബ്ലൂ ആയി മാറും. Then we add to the queue all are XA, XI or XK. അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യണം? എന്റെ നെയ്ബേഴ്സ് ഉള്ള, ഇപ്പൊ ഞാൻ റിമൂവ് ചെയ്ത് എന്റെ സെറ്റ്, ഇപ്പൊ ഒരു ഉദാഹരണം പറയാം. എനിക്കിപ്പോ ഒരു 5 കളർ ഉണ്ടായിരുന്നു. അപ്പോ 5 കളറിൽ എന്റെ അടുത്ത നെയ്ബർ ആയിട്ട് നോക്കിയപ്പോ ഒരേ കളർ അയാൾ ഉപയോഗിക്കുന്നു. അയാൾ ഓൾറെഡി ഉപയോഗിച്ചുകൊണ്ട് എനിക്കന്ന് ഞാൻ ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ല. നാല്. ഇനി ആരാണ്? ഇനി പ്രശ്നം ആർക്കാണ്? എനിക്കാണ്. കാരണം എന്റെ കളറിൽ ആരും ഉപയോഗിക്കാൻ പാടില്ല. എന്റെ 4 എന്താണ് വേറെ ആരെങ്കിലും, ഇപ്പൊ എന്റെ 4 ഏതെങ്കിലും 4 ഒരു
അപ്പോൾ ഒരു ചെറിയൊരു ഇവിടെ ഒരു ചെറിയ ഇത് ഫോൺ ഒന്നാണ്. ഓക്കെ, അപ്പൊ നമ്മള് ഓരോന്ന് ചൂസ് ചെയ്തിട്ട് അല്ലെ ഞാൻ പറഞ്ഞിപ്പോ ഇനി എനിക്ക് ഒരു പ്രോബ്ലം എന്റെ ഡൊമൈനിന്ന് 5 കളറിലെ ഒരു കളറ് ആരെടുത്തു പോയി, അപ്പൊ എനിക്ക് 4 ഇനി ഈ 4 എന്ത് ചെയ്യാം, മറ്റ് നെയ്ബേഴ്സ് ആയിട്ട് ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടോ, അപ്പൊ അവരുടെ നിന്നും എന്ത് ചെയ്യണം, കോൺഫ്ലിക്റ്റ് വരുന്നുണ്ടാവും. അതായത് ഞാൻ ചൂസ് ചെയ്യാം, നീ എനിക്കാണ് അധികാരം, എനിക്ക് നീ ഈ 4 ഏത് വേണമെങ്കിൽ ചൂസ് ചെയ്യാം. പക്ഷെ ഞാനിപ്പോ ചൂസ് ചെയ്യാൻ ഗ്രീൻ ആണെങ്കിൽ ആരെങ്കിലും ആ ഗ്രീൻ ആ സെറ്റിലുള്ളൊരു ഗ്രീൻ ഉണ്ടോ അവനൊക്കെ എന്ത് ചെയ്യാം, റിമൂവ് ചെയ്യാം. അതാണ് റിവൈസിങ്. ഞാൻ എന്റെ നെയ്ബേഴ്സിനുള്ളതിനൊക്കെ എന്ത് ചെയ്തു, വീണ്ടും ക്യൂവിലേക്ക് ആഡ് ചെയ്തു. ഇപ്പൊ ആർക്കാണ് ഇനി എന്റെ നെയ്ബേഴ്സ് ആയിരിക്കും ഇപ്പൊ 4 ആ 4 നോഡും കൂടി വീണ്ടും ക്യൂവിലേക്ക് ആഡ് ചെയ്യാം. കാരണം ചേഞ്ച് ഇൻ ഡി മൈറ്റ് എനേബിൾ ഫർദർ റിഡക്ഷൻ. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഞാൻ ഒരു കളർ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ നിന്ന് പിന്നെ ആ 4 ബാക്കി ആയിരിക്കും ഈ 3 അയാൾക്ക് ഉപയോഗിക്കാം. അവർക്കും അവരുടെ ഓൾറെഡി 4 ഉണ്ടായിരുന്നു. ഞാൻ ഒരു കളർ ചൂസ് ചെയ്തുകൊണ്ട് ഇനി എനിക്ക് ഈ 3 കളർ വേണ്ട, അവർക്ക് 3 കളർ ഉപയോഗിക്കുകയും ചെയ്യും. കാരണം ഓൾറെഡി ഒരു കളർ എന്റെ വേറെ നെയ്ബർ ഉപയോഗിച്ചു കഴിഞ്ഞു, ഞാനും ഒരു കളർ ഉപയോഗിച്ചു കഴിഞ്ഞു. അപ്പോൾ ആ 5 എന്തായി 3. അത് വീണ്ടും വീണ്ടും റിഡക്ഷൻ ചെയ്യണം. അതായത് എന്തിനാണ് പറഞ്ഞാൽ എന്തിനാണ് എല്ലാവർക്കും ഓരോ കളർ കിട്ടാൻ വേണ്ടിയാണ്, മനസ്സിലായി. പക്ഷെ അവർ തമ്മിൽ പരസ്പരം നെയ്ബേഴ്സും ആണെങ്കിൽ ഇൻഡിവിജ്വൽ കളറും ആണെങ്കിൽ ഡിഫറെന്റ് കളർ ആണെങ്കിൽ ദർ ഇസ് നോ പ്രോബ്ലം, ദർ ഇസ് നോ എന്താ പറയാ ഇൻകൺസിസ്റ്റൻസി. അതാണ് ഇവിടെ പറയുന്നത്. അല്ല ഇനി ഇവിടെ എന്താ പറയുക, എൽസ് ഇഫ് ഡി എ ഇസ് റിവൈസ് ഡൗൺ ടു നത്തിങ്. ഇപ്പൊ ഡി എ റിവൈസ് ചെയ്യാൻ ഒന്നുമില്ല. അതായത് എന്റെ ഇപ്പൊ നീ ഇപ്പൊ ഞാൻ പറഞ്ഞു ഇപ്പൊ ഇവിടുന്ന് കളർ ചേഞ്ച് ചെയ്യാം. അതായത് ഡി എ അൺചേഞ്ച് ആയത് ഇപ്പൊ എന്റെ 2 അയാൾ ഉപയോഗിച്ചിട്ട് ഒരു കളർ എന്റെ സെറ്റിൽ നിന്ന് 1 മാറി. ആ ഒരെണ്ണമാണ് ഇപ്പൊ അയാൾ യൂസ് ചെയ്തത്. എനിക്ക് എന്റെ ആകെ 1 ഉള്ളൂ, ഞാൻ എന്റെ കളർ ഇപ്പൊ എനിക്ക് ആകെ ഓപ്ഷൻ ഉള്ളൂ, എന്റെ 1 ഉള്ളൂ. അയാൾ അത് യൂസ് ചെയ്തു, അപ്പൊ എന്റെ സെറ്റിൽ നിന്ന് എന്തായി, പോയില്ലേ. അപ്പൊ എനിക്ക് ഇനി റിവൈസ് ചെയ്യാൻ ഒന്നുമില്ല. അർത്ഥം ഹോൾ CSP ഹാസ് നോ കൺസിസ്റ്റൻസി. എനിക്ക് നീ ചൂസ് ചെയ്യാൻ ഒരു കളറും ഇല്ല. അതാണ് ഇവിടെ നമ്മൾ ഏർലി പ്രോബ്ലം പറഞ്ഞില്ലേ. ഇപ്പൊ നമ്മള് ഈ സൗത്ത് ഓസ്ട്രേലിയ ഉണ്ടാവും, പോയി നോക്കുമ്പോൾ ഇയാളുടെ നെയ്ബർ ചെക്ക് ചെയ്യുമ്പോൾ ഇയാൾ ഇവിടെ ബ്ലൂ ഓൾറെഡി ചൂസ് ചെയ്തു. അപ്പൊ എനിക്ക് നീ ഇവിടെ ബ്ലൂ ചൂസ് ചെയ്യാൻ പറ്റുമോ, ഇല്ല. റെഡ് ഓൾറെഡി എന്റെ സെറ്റ് ഇല്ല, ഗ്രീനും ഇല്ല. ഈ ബ്ലൂവും കൂടി ഒരാൾ ഉപയോഗിച്ച് കഴിഞ്ഞു, ഇനി എനിക്ക് ബ്ലൂ ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പൊ റിവൈസ് ചെയ്യാൻ റെഡ്യൂസ് ചെയ്യാൻ ഒന്നുമില്ല. ഡൊമൈൻ നീ ആ സെറ്റിൽ നിന്ന് റിവൈസ് ചെയ്യാൻ ഒന്നുമില്ല. നീ റിവൈസ് ഡൗൺ ടു നത്തിങ്. റിവൈസ് ഡൗൺ ടു നത്തിങ് പറഞ്ഞാൽ ആ ഡൊമൈൻ സെറ്റ് എം ടി ആയി മാറി. എം ടി ആയി കഴിഞ്ഞാൽ നോ കൺസിസ്റ്റൻസി. അപ്പൊ AC3 പറയും ഇവിടെ ഒരു ആർക്ക് ഇൻകൺസിസ്റ്റ്. അപ്പൊ ഈ അൽഗോരിത പ്രകാരമാണ് ആർക്ക് ഇൻകൺസിസ്റ്റ് ഡിറ്റക്ട് ചെയ്യുന്നത്, മനസ്സിലായോ? അല്ല വെറുതെ നമ്മൾ ചെയ്യുന്നല്ലേ, അതിനൊരു അൽഗോരിതം ഉണ്ട്. നമ്മൾ പറയുന്നത് നമ്മളിപ്പോ ഒരു യൂട്യൂബ് വീഡിയോ ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്തടുത്ത വീഡിയോ വരുന്ന സജഷൻസ് വരുന്ന എങ്ങനെയാണ്, ഈ വീഡിയോന്റെ നമ്മൾ ലൈക്കിനനുസരിച്ചാണ് അതിന്റെ അൽഗോരിതം പറഞ്ഞത്. അപ്പൊ ഒരു അൽഗോരിതം വർക്ക് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇവര് തമ്മിൽ കൺസിസ്റ്റന്റ് ആണോ, അവർ തമ്മിൽ കൺസിസ്റ്റന്റ് ആണോ, അവർ തമ്മിൽ കൺസിസ്റ്റന്റ് ആണോ. ഇൻകൺസിസ്റ്റന്റ് വന്നു കഴിഞ്ഞാൽ AC3 പറയും ഇവിടെ ഒരു ഇൻകൺസിസ്റ്റൻസി വന്നിട്ടുണ്ടല്ലോ എന്ന് പറയും. ഓക്കെ, അതർവൈസ് ഇനി ഒന്നുമില്ല, എല്ലാവർക്കും ഈക്വൽ ആണ്. ആർക്ക് AC3 അൽഗോരിതം ആർക്ക് ഇൻകൺസിസ്റ്റന്റ് മെയിൻ ആയിട്ടുണ്ട്. ഇത് ഇല്ലെങ്കിൽ ഒരു പ്രോബ്ലം ഇല്ലെങ്കിൽ ഇറ്റ് വിൽ റിട്ടേൺ സക്സസ്, അല്ലെങ്കിൽ ഇറ്റ് വിൽ റിട്ടേൺ ഫെയിലിയർ. ഒന്നിനെയും അൽഗോരിതം ഇറ്റ് റിട്ടേൺസ് ഫെയിലിയർ ഓർ ഇറ്റ് റിട്ടേൺസ് സക്സസ്. അപ്പൊ ഇവിടെ ഈ കീപ്പ് ഓൺ ചെക്കിങ്ങില് ഇപ്പൊ ഒന്നും റിമൂവ് ചെയ്യാൻ, എല്ലാ വാല്യൂസും റിമൂവ് ചെയ്ത് ഡൊമൈനിന് ഓരോ വേരിയബിൾസും ഓരോ വാല്യൂ ഉള്ളൂ അണ്ടിൽ നോ മോർ ആർക്ക്. അങ്ങനെ ക്യൂവില് ഓരോ ആർക്ക് എന്റെ നെയ്ബേഴ്സ് ഞാൻ ചെക്ക് ചെയ്തു, അവരൊക്കെ, അപ്പൊ ഞാനും ഓക്കെ. അപ്പൊ ഇനി ഞാനും അവരായിട്ട് ആർക്കുള്ള നോക്കാം. ഇനി അവരും തമ്മിൽ ആർക്ക്, അതായത് 1ഉം 2ഉം കഴിഞ്ഞു. ഇനി 2ഉം 3ഉം നോക്കി കഴിഞ്ഞു, 2ഉം 4ഉം നോക്കി, 2ഉം 5. അത് ഞാനും എല്ലാവരായിട്ട് നോക്കി, എന്റെ കളറായി യൂസ് ചെയ്ത് അത് റിമൂവ് ചെയ്തു. അപ്പൊ ഞാനും ഓക്കെ, അയാൾ ഓക്കെ. ഇനി 3 അടുത്ത നെയ്ബർ, അയാളുടെ നെയ്ബേഴ്സ് നോക്കി. ചിലപ്പോൾ 6 ഉണ്ടാവും, ചിലപ്പോൾ 7 ഉണ്ടാവും. അപ്പൊ 3 4 3 7 3 5. അപ്പൊ അവരും അങ്ങനെ എല്ലാ ആർക്കും കഴിഞ്ഞ് ആർക്കും ഒരു പ്രശ്നവും ഇല്ല, എല്ലാവരും സാറ്റിസ്ഫൈഡ് ആണ്. അറ്റ് ദാറ്റ് പോയിന്റ് വി ആർ ലെഫ്റ്റ് വിത്ത് CSP that is equal to. അതായത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കും ഈ എന്താ പറയാ ആർക്ക് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഓൾറെഡി ഇറ്റ് ഇസ് എ CSP, ഓൾറെഡി CSP ആണ്. പക്ഷെ CSP കൺസ്ട്രെയിൻ സാറ്റിസ്ഫാക്ഷൻ പ്രോബ്ലം ആണ്.
അത് ഒക്കെ അസൈൻമെന്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് സാറ്റിസ്ഫൈഡോ ആണോ എന്ന് അറിയാൻ വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്, ആ ഒറിജിനൽ CSP ആണ് നമ്മൾ ഇയാൾക്ക് കൊടുക്കുന്നത്. ഇതിൽ നിന്നാണ് അയാൾ, അല്ലാണ്ട് ഇനീഷ്യലി എം ടി ആയിട്ട് ഒന്നും അസൈൻമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു, അതിന് പിന്നെ ഇയാൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് ചുമ്മാ റാൻഡം വെച്ച് എല്ലാവർക്കും ചെയ്തു. ഇപ്പൊ ഞാൻ റെഡ് ചൂസ് ചെയ്തു, അയാൾ ഗ്രീൻ ചൂസ് ചെയ്തു, അയാൾ ബ്ലൂ ചൂസ് ചെയ്തു. എന്നിട്ടാണ് നമ്മൾ ഇഷ്യൂസ് ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയാണ് നോക്കുക. അതാണ് നമ്മൾ പറയുന്നത് ഈ ഒറിജിനൽ CSP ആണ് ഇതിന് ഇൻപുട്ട്. ഇതിന്റെ ആർക്ക് AC3 അൽഗോരിതത്തിന്റെ ഇൻപുട്ട്. അവിടുന്നാണ് then both have same solutions but they are considered faster. അപ്പോൾ ഇതിൽ നമ്മൾ ഒറിജിനൽ CSP ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ കിട്ടും. ഓക്കെ, നമ്മൾ ഓരോ നോഡായി ചെക്ക് ചെയ്യണം മാത്രമേ. പക്ഷെ ആർക്ക് കൺസിസ്റ്റന്റ് CSP ആണ് കുറച്ചുകൂടി ഫാസ്റ്റ് ആണെന്ന് പറയുന്നത്. മനസ്സിലായി? കാരണം എന്താണ്, നമ്മൾ ഓരോ നോഡിന്റെയും നോക്കേണ്ട ആവശ്യമില്ലല്ലോ, നമ്മുടെ നെയ്ബേഴ്സ് മാത്രം നോക്കിയാൽ മതിയല്ലോ. മറ്റേ അങ്ങനെയല്ല, CSP ഒറിജിനൽ CSP അങ്ങനെയല്ല. ഇവിടെ റെഡ് യൂസ് ചെയ്യണം, അവിടെ റെഡ് യൂസ് ചെയ്യണം, എല്ലാ നോഡും വിസിറ്റ് ചെയ്യണം. അതാണ് ഡ്രോബാക്ക്. ഏത് ഒറിജിനൽ AC3 അൽഗോരിതം, AC3 അൽഗോരിതത്തിന് അങ്ങനെ ഓക്കെ. അപ്പൊ AC3 അൽഗോരിതത്തിന്റെ കട, AC3യുടെ ഇൻപുട്ട് എന്ന CSP ഒറിജിനൽ CSP ആയിരിക്കും. ഓക്കെ, ഇറ്റ് റിട്ടേൺസ് ഫോൾസ് ഇഫ് ആൻ ഇൻകൺസിസ്റ്റൻസി ഈസ് ഫൗണ്ട്. അപ്പോൾ AC3 അൽഗോരിതം AC3 either returns false എന്നർത്ഥം ഫെയിലിയർ, റിട്ടേൺസ് ട്രൂ എന്നർത്ഥം സൊല്യൂഷൻ ഉണ്ട്. അവിടെ ഒരു, ഇപ്പൊ എനിക്കൊരു കളർ ഒന്നുമില്ല, എൻ്റെ ഒരു ഡൊമൈൻ ഇല്ല, അതിന്റെ അർത്ഥം AC3 അൽഗോരിതം it will return a failure. ഓക്കെ, ഓക്കെ. അപ്പോൾ നമ്മള് AC3 അൽഗോരിതം ഒറിജിനൽ CSP, അത് എല്ലാവർക്കും ഒരു കളർ അസൈൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ ചൂസ് ചെയ്ത കളറാണ് അവൻ ചൂസ് ചെയ്തത് അറിയാം, അതിന് CSP നമുക്ക് കണ്ടുപിടിക്കാം. അപ്പൊ AC3 അൽഗോരിതം കൺസിസ്റ്റൻസി ആണോ ഇൻകൺസിസ്റ്റൻസി ആണോ ചെക്ക് ചെയ്യാനാണ് എന്ത് AC3 ഉപയോഗിക്കാം. അത് ആർക്ക്, അത് എസ്പെഷ്യലി ആർക്കിന് കേസിൽ. അപ്പൊ ഇൻകൺസിസ്റ്റൻസി ഉണ്ട് എന്നൊക്കെ ഇപ്പോൾ റിട്ടേൺ ഫെയിലിയർ, അതായത് ഫോൾസ്, ട്രൂ ആണെങ്കിൽ അതർവൈസ്. ഇതാണ് ശരിക്കും അൽഗോരിതത്തിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഇതാണ്. ഓക്കെ, ഇതാണ് അൽഗോരിതത്തിന്റെ ആക്ച്വലി ഔട്ട്പുട്ട് ഇവിടെ വരുന്നത്. പക്ഷെ ഇവിടെയാണ് ഇൻപുട്ട്. ഇൻപുട്ട് എന്ന CSP ആയിരിക്കാം ഒരു ബൈനറി വാല്യൂ, ബൈനറി കൺസ്ട്രന്റ് ആയിരിക്കും. അത് എക്സും ഡിയും നമ്മൾ പറഞ്ഞില്ലേ, CSP 3 എലിമെന്റ്സ് ഉണ്ട്. എക്സ് എത്ര പേരുണ്ട് പങ്കെടുക്കുന്നുണ്ട്, അതിൽ എത്ര പേർക്ക് എത്ര കളറാണ് നമ്മൾ കൊടുക്കുന്നത്, കണ്ടീഷൻസും പറയുന്നുണ്ട്. ഓക്കെ, ലോക്കൽ വേരിയബിൾസ് ക്യൂ ഡാറ്റ സ്ട്രക്ചർ പറയുന്നത്. അതിൽ കുറെ ക്യൂ എന്താണ്, കുറെ ആർക്ക് ഉണ്ടാവും. അതേ ഇനീഷ്യലി നമ്മൾ പൂൾ ബഫർ, ഓക്കെ, ക്യൂ കുറെ ആർക്കുണ്ട്. ഇത് നമുക്കറിയില്ല ഇപ്പൊ എത്ര നോട്ടിന് അതിനനുസരിച്ചുള്ള ആർക്ക് CSP. ഇപ്പൊ ഇനീഷ്യലി ക്യൂവിലേക്ക് ആർക്ക് സ്റ്റോർ ചെയ്യാം, അത് empty ആർക്കായിരിക്കാം. അപ്പോൾ ക്യൂ ആദ്യം empty അല്ല, അതായത് ഇപ്പൊ എല്ലാം നിറയെ ആർക്ക്. അതില് XI XJ റിമൂവ് ഫസ്റ്റ് എന്നതിന്റെ അർത്ഥം ഒരു അൽഗോരിതം കോൾ ചെയ്യാം, റിമൂവ് ഫസ്റ്റ്. അതായത് XIയും XJയും ആദ്യം നമ്മൾ ക്യൂവിൽ നിന്ന് എന്ത് ചെയ്യുക, 2 നോഡ് എടുത്തു. അത് തമ്മിലുള്ള ഒരു ആർക്ക് വരയ്ക്കണമെങ്കിൽ എവിടുന്ന ഈ ആർക്ക് കിട്ടുക, ക്യൂവില്. അപ്പോൾ ക്യൂവിൽ നിന്ന് ഒരു ആദ്യത്തെ ആർക്കിനെ റിമൂവ് ചെയ്തു. അത് എവിടെ ആശം ചെയ്തു, 2 നോഡ്, അത് ഞാനും ഒരു നെയ്ബറും. ഇവർ തമ്മിൽ വരയ്ക്കാൻ വേണ്ടി ഒരു ആർക്ക് ഞാൻ എടുത്തു. എന്നിട്ട് ഞാൻ റിവൈസ് ചെയ്യണം. എനിക്കിത് വല്ല എൻ്റെ എനിക്കും അവനും വല്ല കൺസിസ്റ്റൻസി ഉണ്ടോ, അല്ലെ വല്ല ഇൻകൺസിസ്റ്റൻസി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ് കട. ഇവിടെ ഇവിടെ നമ്മൾ ഇവിടെ XIയും XJയും ഞാനും എൻ്റെ നെയ്ബറും പിന്നെ CSP എന്ന് പറഞ്ഞിട്ടുണ്ട്. റിവൈസ് ചെയ്യണം.
റിവേഴ്സ് ചെയ്യണം. അതിൽ ഈ സൈസ് ഡി ഐ ഈക്വൽ ടു 0. അങ്ങനെ ഇതിപ്പോൾ എനിക്ക് 2 കളർ ഉണ്ട്, അവനും 2 കളർ ഉണ്ട്. ഞാൻ ഒരു കളർ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവനെ ഒരു കളർ ചൂസ് ചെയ്യും. അതിനകത്ത് എനിക്ക് വേറെ ഇന്ത്യൻ കളറായിരിക്കും, വേറെ ഇന്ത്യൻ കളറായിരിക്കും. ഇനി എൻ്റെ ആകെ ഒന്നേ ഉള്ളൂ ഇപ്പോൾ. അവൻ്റെ കയ്യിലാണെങ്കിൽ 2 ഉണ്ട്. പക്ഷെ ആ 2 ഞാൻ യൂസ് ചെയ്തുകൊണ്ട് അവനെന്ത് ചെയ്യും, അല്ലെങ്കിൽ അവൻ ഓൾറെഡി ചിലപ്പോൾ അസൈൻ ചെയ്തിട്ടുണ്ടാവും. എനിക്ക് ആ കളറാണ് എൻ്റെ കയ്യിലുള്ളിൽ, എനിക്കത് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു കളറും ഇല്ല. അതാണ് ഡി ഐ. ഡി ഐ 0. എൻ്റെ അതെ ഡി ഐ, ഞാനാണ് എക്സ് ഐ. ഓക്കെ, എനിക്ക് ഇനി എൻ്റെ കയ്യിൽ ആകെ ഇനീഷ്യലി കുറേ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരായിട്ടും കോൺഫ്ലിക്റ്റ് ആയി വന്നിട്ട്, അല്ലെങ്കിൽ ആദ്യം തന്നെ എനിക്ക് ഒരു 2 കളറുള്ളൂ, ഒരു കളറുള്ളൂ. ആ ഒരു കളറ് എനിക്ക് എൻ്റെ നെയ്ബേഴ്സൊക്കെ എടുത്തു കഴിഞ്ഞു. അപ്പോൾ ആ ഒരു നെയ്ബറിന്, അല്ലെങ്കിൽ എക്സ് ജെ ആയിട്ട് നമ്മൾ നോക്കുമ്പോൾ അയാൾ എൻ്റെ കളർ ഓൾറെഡി ചൂസ് ചെയ്തു. പക്ഷെ എനിക്ക് ആ ഒരു സെറ്റ് എൻ്റെ ആ ഒരു കളർ ഉള്ളൂ. അപ്പോൾ എന്ത് ചെയ്യും, നമുക്ക് ഞാൻ റിമൂവ് ചെയ്തായിരുന്നു. അപ്പോൾ എന്ത് ചെയ്യും, റിട്ടേൺ ഫാൾസ്. എനിക്ക് ഇനി വേറെ കളർ ചൂസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. സോ അതാണ് നമ്മൾ പറയുന്നത് ഫോർ. ഇനി അതേപോലെയാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഇനി അല്ല, ഈ 4 പറയുന്നത് എന്താണ്, എൻ്റെ പെർഫെക്റ്റ് ആയി, എക്സ് ജിയും പെർഫെക്റ്റ് ആയി, അയാൾക്ക് ഒരു കോൺഫ്ലിക്റ്റ് ഇല്ല, എനിക്കും കോൺഫ്ലിക്റ്റ് ഇല്ല. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും പരിപാടി കഴിഞ്ഞില്ലേ. ഇനി ആരാണ് പരിപാടി? എൻ്റെ നെയ്ബേഴ്സ്. ഞാൻ ഒരു കളറിന് ചൂസ് ചെയ്യണം. അപ്പൊ ഇനി എൻ്റെ നെയ്ബേഴ്സ്, അതാണ് എക്സ് കെ ഇൻ എക്സ് ഐ. ഞാനാണ് നീ നോക്കേണ്ടത്. എക്സ് ഐ, അവൻ എക്സ് ജെ. ഓക്കെ, ഞാൻ അവനായിട്ട് കോൺഫ്ലിക്റ്റ് നോക്കുമ്പോൾ എൻ്റെ നിന്നും കളറ് ഒന്നും പോകേണ്ട ആവശ്യമില്ല. നീ റിമൂവ് ചെയ്ത് ഉപയോഗിക്കാം. ഫോർ എക്സാമ്പിൾ റിമൂവ് ചെയ്താലും പോയി. ഇനി നമ്മൾ നോക്കിയിട്ട് എൻ്റെ ഈ ഇപ്പോൾ ഉള്ള കളറ് വേറെ ആരെങ്കിലും എടുത്തിട്ടുണ്ടോ നോക്കാം. അതാണ് നെയ്ബേഴ്സ് മൈനസ് എക്സ് ജെ. അയാളുടെ നെയ്ബേഴ്സ്, അതായത് എൻ്റെ എക്സ് കെ ഇൻ നെയ്ബേഴ്സ് മൈനസ് എക്സ് ജെ, അതായത് എക്സ് ജെയിലുള്ള നെയ്ബേഴ്സിനെ റിമൂവ് ചെയ്തിട്ടുള്ള കാര്യത്തിന് നമ്മൾ എന്ത് ചെയ്യണം, എക്സ് കെ. ഇനി അയാളായിട്ടുള്ള ബന്ധം കഴിഞ്ഞല്ലോ, കാരണം അയാളായിട്ട് സെറ്റ് നമ്മൾ റിമൂവ് ചെയ്ത് അയാളും ഞാനിപ്പോൾ ഓക്കെ. ഇനി അയാളുടെ നെയ്ബേഴ്സ് നോക്കണം, എൻ്റെ നെയ്ബേഴ്സ് നോക്കണം. അതാണ് ഇവിടെ ക്യൂലേക്ക് ആഡ് ചെയ്യുന്നത്. അത് തന്നെയാണ് ആ 3 സ്റ്റെപ്പ് പറഞ്ഞത്, 6 സ്റ്റെപ്പ് പറഞ്ഞില്ലേ, അത് തന്നെയാണ്. ഇതാണ് ശരിക്കും അൽഗോരിതം. ഇതാണ് ശരിക്കും അൽഗോരിതം. അപ്പോൾ ഇത് വളരെ സിമ്പിളാണ്, നിങ്ങൾക്ക് മനസ്സിലാവും. ഇതൊന്നും പ്രോബ്ലംസ് ഒന്നും ചോദിക്കില്ല. ഇനി റിവൈസ് ഇവിടെ പറഞ്ഞില്ലേ, ഇവിടെ റിവൈസ്. അപ്പൊ എങ്ങനെയാണ് ഇപ്പൊ റിവൈസ് ചെയ്യുന്നത്? എങ്ങനെയാണെന്ന് റിവൈസ് ചെയ്യുന്നത് നമ്മൾ മറന്നുപോയി. ഇപ്പൊ ഡൊമൈൻ 0 എങ്ങനെ കിട്ടി? ഇവിടെ നമ്മൾ റിവൈസ് ചെയ്തിട്ട് അങ്ങനെ ഒരു ട്രൂ കിട്ടി. ഇപ്പൊ എന്ത് ചെയ്യും, ഡൊമൈനിൽ ഇപ്പൊ ഞാൻ 5 അവസാനം ചുരുങ്ങി 4 ഒരെണ്ണായി മാറി. അപ്പൊ ഞാൻ ഇപ്പൊ എന്താ ട്രൂ ആണ് അല്ലെ? ഇനി റിവൈസ് പോസ്, എനിക്ക് റിവൈസ് ചെയ്യാൻ ഒന്നും പറ്റിയില്ല. ഫോർ ഈച്ച് എക്സ് റിവൈസിന് ആദ്യം പോലത്തെ അത് ഒന്ന് റിവൈസ് ചെയ്ത് തരാം. നോ വാല്യൂ ഡി ജെ അലോസ് എക്സ് വൈ ടു സാറ്റിസ്ഫൈ. അത് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു സെറ്റും എൻ്റെ കയ്യിൽ ഒരു ഡൊമൈൻ ഇല്ല, അയാളായിട്ട് സാറ്റിസ്ഫൈ ഒന്നും ഇല്ലെങ്കിൽ ഡിലീറ്റ് ദി എക്സ് ഫ്രം ഡി ഐ. മനസ്സിലായോ? അതായത് കൺസ്ട്രെയിൻഡ് നോ വാല്യൂ ഐ അലോസ് എക്സ് വൈ കൺസ്ട്രെയിൻ. അയാളായിട്ട് കൺസ്ട്രെയിൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു വാല്യൂ ഉണ്ട്, അത് വാല്യൂ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ആ ഡിലീറ്റ് എക്സ് ഫ്രം ഡി ജെ, ആ ഡൊമൈനിലും ആ വാല്യൂ എന്ത് ചെയ്യുക, എടുത്തു കളയാം. അപ്പൊ ഞാൻ റിവൈസ് ചെയ്തു. നമ്മൾ ആ മറ്റേ പഠിച്ചത് സൗത്ത് ഓസ്ട്രേലിയയിലെ, അതാണ് ഇത് പറയുന്നത്. റിവൈസ് ചെയ്തോ. നമ്മള് മറ്റേ ഏതായിരുന്നു, സൗത്ത് വെയിൽസും മറ്റേ നോർത്ത് സൗത്ത് ഓസ്ട്രേലിയയും അതിന്റെ ഓപ്പോസിറ്റ് നോർത്ത് സൗത്ത് വെയിൽസ്. അതായത് ബ്ലൂ കളറും ബ്ലൂ അല്ല ഗ്രീൻ കളറും മറ്റേ ഗ്രീൻ കളറും ചെയ്തിട്ട് ഇയാളുടെ ഗ്രീൻ കളറിന് റിമൂവ് ചെയ്തു. അപ്പം റിവൈസ് ചെയ്ത് ട്രൂ ചെയ്ത് കഴിഞ്ഞാൽ ഇത് കിട്ടുന്ന ആൻസർ എവിടെ കൊടുക്കും, മെയിൻ അൽഗോരിതത്തിക്ക് റിട്ടേൺ ചെയ്യും. ഇത്രേ ഉള്ളൂ. ഓക്കെ, ഇനി നമ്മൾ കോംപ്ലക്സിറ്റി ഓഫ് ASFP. ഇതിന്റെ കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത്, ഇപ്പൊ നോക്കൂ, നമ്മളിപ്പോ ഓസ്ട്രേലിയ കേസ് ആണെങ്കിൽ നമുക്ക് 5 സ്റ്റേറ്റ് ഉണ്ട് അല്ലെ? 5 സ്റ്റേറ്റില് ഓരോന്നും ഡൊമൈൻ സൈസ്, ഇപ്പോൾ ഓരോ വേരിയബിൾ ഇനീഷ്യലി ഈ 5 വേരിയബിൾസിന് എന്ത് ചെയ്യും, 3 കളറെ ഉപയോഗിക്കാൻ പറ്റും. അതിനപ്പുറം കളർ ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ല. അതില് C ബൈനറി കൺസ്ട്രെയിൻസ്
അതായത് ഈ 5 എണ്ണത്തില് ഒരു ആർക്ക് വരുള്ളൂ. 1, 2, 1, 3, 1, 4, 1, 5 ഇതൊരു ആർക്ക്. ഇനി 2ന്റെ കേസ് നോക്കുകയാണെങ്കിൽ 2, 1 ഓൾറെഡി നമ്മൾ വന്നത് 2, 3, 2, 4, 2, 5 2ന്റെ കേസ് കുറേ ചെയ്യുന്നത്. എനിക്ക് 1ഉം 2ഉം 1, 3 വരാം, 1, 4 വരാം, 1, 5. ഇനി 2ന്റെ കേസിലോ ഓൾറെഡി 2, 1 വന്നു. അത് നമ്മൾ ഓൾറെഡി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും നമ്മൾ റീവിസിറ്റ് ചെയ്യണ്ടല്ലോ. അതാണ് പറയുന്നത്. പിന്നെ 2, 3 വരാം, 2, 4 വരാം, 2, 5 വരാം. അപ്പോൾ 2ന്റെ പടി കഴിയും. അപ്പോൾ 4നും എന്തായി 3 മാറി. ഇനി 3 ആരുടെയോ നമ്മൾ 3ന്ന് 2ഉം 3യും കമ്പയർ ചെയ്തപ്പോൾ 3ൽ നിന്ന് കളർ ഇതായി. ഇനി 3 ആരായി ചെക്ക് ചെയ്യണം? 3ഉം 4ഉം 3ഉം 5. അങ്ങനെ അവസാനം ഫൈനൽ ലീഫ് എത്തുമ്പോൾ എന്താവും? കൺസിസ്റ്റന്റ് ആയി ഒറ്റ കളറായി മാറും. അപ്പൊ അങ്ങനെയാകുമ്പോൾ ഇതെങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടത്? xi has at most p values to delete. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് xiനെ has at most. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കുന്നത് 3 കളറുള്ളൂ. അതിന് 3 കളർ നമുക്ക് ഡെലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു ആർക്ക് നമ്മൾ ക്യൂവിലേക്ക് ഇൻസേർട്ട് ചെയ്യും ഓൺലി d ടൈംസ്. 3 കളറെ ഉണ്ടെങ്കിൽ 3 കളർ നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഇവിടെ ഒരു റെഡ് ഉണ്ടെങ്കിൽ ഇവിടെയും ബ്ലൂ ആയിരിക്കാം, അല്ലെങ്കിൽ ഇവിടെ ഗ്രീൻ വരാം, ഇവിടെ ബ്ലൂ വരാം, അല്ലെങ്കിൽ ഇവിടെ അറിയാം. ഇപ്പൊ Q1 Q2 എന്ന 2 നോഡ് ഉണ്ടെങ്കിൽ ഇത് 2 ആർക്ക് വരാം. ഇയാള് റെഡ് ചൂസ് ചെയ്യുന്നത് ഇയാൾക്ക് ഗ്രീൻ ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഇയാൾക്ക് ഗ്രീൻ ചൂസ് ചെയ്യുന്നത് ഇയാൾക്ക് റെഡ് ചൂസ് ചെയ്യാം, ഇയാൾ ബ്ലൂ ചൂസ് ചെയ്യണമെങ്കിൽ. അപ്പോൾ അറ്റ്മോസ്റ്റ് ഈ ആർക്കിലേക്ക് എന്താണ് ഡി എത്ര കളറാണ് പറഞ്ഞിട്ടുള്ളത് അത്രയും കളർ ഇൻസേർട്ട് ചെയ്യാം. കാരണം മാക്സിമം ഡി വയസ്സിൽ ഡിലീറ്റ് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ ഇപ്പോൾ ഡിലീറ്റ് ചെയ്ത് എന്താവും എംപ്റ്റി സെറ്റ് ആയി മാറും. അപ്പൊ അങ്ങനെ ചെക്ക് ചെയ്യാൻ ഓർഡർ ഓഫ് ഡി സ്ക്വയർഡ് ആണ്. പക്ഷെ വേസ്റ്റ് ടൈം ഞാൻ ഇത് ഓരോ ബൈനറി കൺസ്ട്രെയിൻറ്റ് വേസ്റ്റ് കേസ് നമ്മളിപ്പോൾ ഒരു സെറ്റ് മാത്രം ചെക്ക് ചെയ്തു അല്ലെ, ജസ്റ്റ് കൺസിസ്റ്റൻസി ആണ് ഇതൊക്കെ ഞാനും എൻ്റെ നെയ്ബറും, അല്ലെങ്കിൽ അയാളും അയാളുടെ നെയ്ബറും, അയാളുടെ നെയ്ബറും മറ്റേയാളുടെ നെയ്ബറും. പക്ഷെ ഞാൻ എല്ലാവരുടെയും നോഡായിട്ട് കമ്പയർ ചെയ്യുന്നത് എല്ലാ ബൈനറി കൺസ്ട്രെയിൻറ്റ് എൻ്റെ എത്ര നെയ്ബേഴ്സ് ഉണ്ടോ അതെല്ലാം ഓരോന്നായി ചെക്ക് ചെയ്യാൻ കൺസിസ്റ്റൻസി ചെക്ക് ചെയ്യാൻ ടോട്ടൽ വേസ്റ്റ് കേസ് സി ഡി ക്യൂ ഇവിടെ എന്താണ് 3 ടൈംസ് ആണ് ചെയ്യുന്നത്. ഇവിടെയാണെങ്കിൽ റെഡോ ഗ്രീനോ ഉപയോഗിച്ച പോലെ മറ്റെന്താണ്, ഞാനിവിടെ റെഡ് ആണോ ഗ്രീൻ ആണോ ബ്ലൂ ആണോ അവനും അറിയില്ല, അവനും റെഡ് ഗ്രീൻ ബ്ലൂ അവൻ്റെ ഉണ്ടാവും. കാരണം ഞാൻ ഇവിടെ റെഡ് ചൂസ് ചെയ്തു അവനറിയില്ല, അവനും റെഡ് ചൂസ് ചെയ്ത് എനിക്കറിയില്ല. അതാണ് ഇവിടെ നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ഇനി അടുത്ത ടൈപ്പാണ് കൺസിസ്റ്റന്റിന്റെ ഡിഫറെന്റ് ടൈപ്സ്. നമ്മൾ പറഞ്ഞല്ലോ നോഡ് കൺസിസ്റ്റൻസി പറഞ്ഞു, ആർക്ക് കൺസിസ്റ്റൻസി പറഞ്ഞു. ഇനി അടുത്ത ടൈപ്പാണ് ജനറലൈസ് ആർക്ക്. ഇപ്പൊ നമ്മൾ മാത്സ് പറഞ്ഞ പോലെ തന്നെ നമ്മൾ അറിയില്ലേ, ഇപ്പോ എന്നിന് ഞാൻ 1 കൊടുത്തു, അപ്പോ y ഈക്വൽ ടു n കൊടുത്തു. ഇപ്പോ നമ്മളിപ്പോ n ഫാക്ടോറിയൽ എന്ന് പഠിച്ചിട്ടുണ്ടാവില്ലേ അല്ലെ, n ഫാക്ടോറിയൽ. അപ്പോൾ ഞാൻ വൈക്ക് എന്നിനെ ഞാൻ 3 കൊടുത്തു, അപ്പോൾ 3 ഫാക്ടർ 3 ഇൻറ്റു 2 ഇൻറ്റു 1. എന്നിന് ഞാൻ 9 കൊടുത്തു. നിങ്ങൾ പറയും സാർ എന്നിന് 9 കൊടുത്തു, ഓക്കെ 9 ഇൻറ്റു 8 ഇൻറ്റു 7 ഇൻറ്റു. അപ്പൊ നിങ്ങൾ ജനറലൈസ് എങ്ങനെ നമുക്ക് ജനറൽ ഫോം പറയാം, n ടൈംസ് n ഫാക്ടോറിയൽ എങ്ങനെ നമുക്ക് പറയാം, n ഇൻറ്റു പിന്നെ കുറയുന്ന ചെയ്യുന്നത് 9 ഫാക്ടോറിയൽ എന്തായി 9 ഇൻറ്റു 8, അപ്പം n ഇൻറ്റു n മൈനസ് 1 ഇൻറ്റു n മൈനസ് 2 ഇൻറ്റു എക്സെട്ര ഇൻറ്റു 1. 0 മൾട്ടിപ്ലൈ ചെയ്യുമോ? ഇല്ലല്ലോ. അപ്പൊ അതേപോലെയാണ് ഈ ജനറലൈസ്ഡ് അല്ലെങ്കിൽ ഹൈപ്പർ ആർക്ക് എന്താണെന്ന് നമ്മൾ പറയും. അത് ജനറലൈസ് ആർക്ക് എന്താണെന്ന് നോക്കാം. ഇതിനെ n അതായത് n വേരിയബിൾസ് ആയിട്ട് കൺസിസ്റ്റന്റ് ആവുക. അതായത് ഒരു വേരിയബിൾ ഇപ്പൊ xi ഞാൻ പറഞ്ഞില്ല, xi എന്റെ നെയ്ബേഴ്സ് അല്ലാത്തവരെയും ഞാൻ ചെക്ക് ചെയ്യണം. അപ്പൊ നിങ്ങളുടെ ക്ലാസ് 44 പേരുണ്ട്, ഞാനും കൂടി വന്നു, അതായത് ഞാനും ഒരു കളർ ചൂസ് ചെയ്തു. ഈ കളറ് നിങ്ങൾ 44 പേരിൽ എന്ത് ചെയ്യുന്നത് വല്ല കൺസിസ്റ്റന്റ് ആണോ എന്ന് നോക്കണം. മനസ്സിലായോ? ഞാൻ ഒരു റെഡ് ചൂസ് ചെയ്തതിന് നിങ്ങൾ ഒരാൾ പോലും റെഡ് ചൂസ് നെയ്ബേഴ്സ് ആയിരുന്നു നമ്മൾ പറഞ്ഞത് അല്ലെ. പക്ഷെ ഇവിടെ ജനറലൈസ് ആർക്ക് എന്താണ്, ഞാൻ നിങ്ങളുടെ ക്ലാസ്സിലെ ഒരു കുട്ടിയായിട്ട് നോക്കുമ്പോൾ ഒരു ആപ്പ് വയ്ക്കുമ്പോൾ അവൻ റെഡ് ചൂസ് ചെയ്തിട്ടുണ്ടോ എന്നാ നോക്കുന്നത്. ഇനി ഓക്കെ അവൻ ഞാൻ അവൻ തമ്മിൽ ഒരു റെഡ് ചൂസ് ചെയ്തില്ല, സോ ഓക്കെ
ഇനി ഞാൻ വേറൊരു കുട്ടിയെ ചെക്ക് ചെയ്തു. അങ്ങനെ എല്ലാ കുട്ടിയായിട്ടും ചെക്ക് ചെയ്യുക. വിത്ത് റെസ്പെക്ട് ടു n are constant. xi ഒരൊറ്റ അതായത് 1 to n എന്നാണ് പറയാം. For every value in the domain of xi, there exists a tuple of values. ഇപ്പൊ എൻ്റെ കയ്യിൽ റെഡോ ഗ്രീനോ ബ്ലൂവോ ഇഷ്ടം പോയിട്ട് ഞാൻ ഏത് വേണമെന്ന് ചൂസ് ചെയ്യാം. അതിൽ ഓരോ വാല്യൂ എത്ര ടപ്പിൾസ് ദാറ്റ് ഈസ് മെമ്പർ ഓഫ് കൺസ്ട്രക്ട് ആസ് ഓൾ ഈസ് വാല്യൂ. ഇപ്പൊ ഇവിടെ ഒരു എക്സാമ്പിൾ പറയുന്നത് ഇതെന്താണെന്ന് അറിയുന്നത് ഈ ഒരു എക്സാമ്പിൾ നോക്കാം. ഈ സെന്റൻസ് ഇതിലാണ് മെയിൻ പ്രധാനം. ഇത് നോക്കൂ, ഓൾ ദ വേരിയബിൾസ് ഹാവ് ദ ഡൊമൈൻസ്. ഇപ്പൊ ഒരു എം വേരിയബിൾ ഉണ്ട്. ഓക്കെ, എം വേരിയബിൾ ഉണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ കേരളത്തിൽ ജില്ലയാണ് 14 ജില്ലയുണ്ട് വയ്ക്കാം. പക്ഷെ 14 ജില്ലയിലും കളേഴ്സ് ആകെ തന്നിട്ടുള്ള 10 കളേഴ്സാണ്. എന്താണ് 10 കളേഴ്സ്. അപ്പൊ ഞാൻ ഇവിടെ റെഡ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആലപ്പുഴയിൽ വേറെ റെഡ് ചൂസ് ചെയ്യാൻ കളർ പറ്റില്ല, വേറെ എത്രയും കളർ ഉണ്ടാവും. അപ്പൊ ഈ 14 ജില്ലക്ക് 10 കളർ മതിയോ? പോരാ. അതാണ് ഇവിടെ ടു മേക്ക് എക്സ് കൺസ്ട്രെയിന്റ് എക്സ്. അപ്പൊ ഇവിടെ നോക്കൂ, അപ്പൊ ഈ ഒരു കേസിൽ ഈ 3 വേരിയബിൾ ഉണ്ട്, ഇവിടെ 5 കൺസ്ട്രെയിന്റുകൾ. അപ്പൊ ഇതൊരു ഓൾ വേരിയബിൾസ് ഹാവ് ദ ഡൊമൈൻ. എല്ലാ വേരിയബിൾസും, അത് എക്സിനും 0 1 2 3 ഉണ്ട്, വൈക്കും 0 1 2 3. പക്ഷെ കൺസ്ട്രെയിന്റ് തന്നിട്ടുണ്ട്. അതായത് ഇതാണ് ഡൊമൈൻ. വേരിയബിൾസ് എത്രയാണ്? 3 വേരിയബിൾ. കൺസ്ട്രെയിന്റ് എന്തായിരിക്കണം? ഇതാണ് കൺസ്ട്രെയിന്റ്. എക്സ് ലെസ് ദാൻ വൈ ലെസ് ദാൻ സെറ്റ്. അതായത് സെറ്റ് ഷുഡ് ബി എന്തായിരിക്കണം? ഇതാണ് ഡൊമൈൻ. സെറ്റിലും 0 1 2 3 ഉണ്ട്, വൈയിലും 0 1 2 3 ഉണ്ട്, എക്സിലും 0 1 2 3. പക്ഷെ കണ്ടീഷൻ എന്താ? വൈ ലെസ് ദാൻ സെറ്റ്. അതായത് എക്സും വൈയും സെറ്റും കമ്പയർ ചെയ്യുമ്പോൾ സെറ്റിനാണ് ഏറ്റവും ലാർജസ്റ്റ് വാല്യൂ. ഏറ്റവും ലാർജസ്റ്റ് വാല്യൂ ഏതാണ്? 3. അപ്പോൾ ഈ വൈയിൽ 3 റിമൂവ് ചെയ്യാലോ, എക്സിനും 3 റിമൂവ് ചെയ്യാലോ. ബാക്കി എക്സിന് എന്തൊക്കെ ചാൻസ് ഉണ്ട്? 0 1 2. വൈക്കും അതുപോലെ 0 1 2. സെറ്റ് ഓൾറെഡി 3 ആണ് അറിയാം. ഇനി നമ്മൾ ശ്രദ്ധിക്കുന്നത് വൈ ലെസ് ദാൻ സെറ്റ്. പക്ഷെ എന്താ? എക്സിനെക്കാളും വലുതുമായിരിക്കണം. അപ്പൊ നമുക്ക് ഇവിടെ ഇതാണ് എക്സ്, ഇത് വൈ. ഇനി നമ്മൾ കമ്പയർ ചെയ്യേണ്ടതാണ് എക്സ് ലെസ് ദാൻ വൈ. ഞാൻ വൈന് 3 കൊടുത്തു കഴിഞ്ഞാൽ ഈ എക്സിന് എന്ത് ചെയ്യണം? 3 എന്താ പറയാ, എക്സ് ഈ ഡൊമൈനിന് 2 മാറ്റണം. 0 1 2 2 മാറ്റി കഴിഞ്ഞാൽ വി ക്യാൻ എലിമിനേറ്റ് 2 and 3 ഫ്രം ദ ഡൊമൈൻ. കണ്ടാ? അപ്പൊ എക്സ് അവസാനം എന്താവും? 0 കൊടുക്കാം, 1 കൊടുക്കാം, ഏതെങ്കിലും വരാം. കാരണം എന്തായാലും 1 ലെസ് ദാൻ 2 ആണല്ലോ. അപ്പോൾ അതാണ് the constraint cannot be satisfied when x is 2 or 3. പക്ഷെ ഞാൻ എക്സ് പറയാൻ ഞാൻ 2 ഉം 3 എടുത്തു കഴിഞ്ഞാൽ പിന്നെ വൈക്ക് കൊടുക്കാൻ വാല്യൂ ഉണ്ടോ? കാരണം എക്സ് ലെസ് ദാൻ വൈ ആണ്. ഞാൻ 2 ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, സപ്പോസ് വൈ 3 ചൂസ് ചെയ്ത ആ കണ്ടീഷൻ ഓക്കെ. പക്ഷെ ഇനി സെറ്റിന് കൊടുക്കാൻ വാല്യൂ ഇവിടെ, അതാണ് ഇവിടെ പറയുന്നത് ജനറലൈസ് ആണ്. അപ്പൊ ഇതിന് കുഴപ്പമില്ല, ഇവിടെ 0 കൊടുത്താലും 1 കൊടുത്താലും കുഴപ്പമില്ല. വൈക്ക് എന്തായാലും 2 വരും, 3 വരും. ഇതാണ് ജനറലൈസ് ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ ആ കൺസിസ്റ്റൻസി അങ്ങനെ ഓരോന്ന് നോക്കി അതായത് ശരിക്കും ജനറലൈസ് ആക്കൊന്നുമില്ല. നമ്മൾ ഇപ്പൊ എന്നിനെ ഞാൻ പറഞ്ഞല്ലോ 1 ഫാക്ടർ കാണും, അപ്പൊ നമുക്ക് 1 വരും. ഇനി എന്നിനെ ഞാൻ 2 കൊടുക്കാം, അങ്ങനെ 9 കൊടുക്കും, അങ്ങനെ NI മാറും. അല്ലെ? നമ്മളിപ്പോ മാത്സ് പഠിച്ചിട്ടില്ലേ ആദ്യം? മറ്റേ ബേസ് കണ്ടീഷൻ. നിങ്ങൾ മാത്സ് പഠിച്ചിട്ടുണ്ടോ സംശയം, ഈ ഇക്വേഷൻ പഠിച്ചാൽ ആദ്യം 0 വെച്ച് നോക്കും, നമുക്ക് എന്ത് ആൻസർ കിട്ടും. പിന്നെ 1 എടുത്ത് നോക്കും, പിന്നെ എടുത്ത് നോക്കും ജനറലൈസ് ചെയ്യാം. അതേപോലെ നമ്മൾ പഠിച്ചിട്ടുള്ള കൺസിസ്റ്റൻസി ഇതിനു മുമ്പ് ഏതൊക്കെയാണ്? നോഡ് കൺസിസ്റ്റൻസി, പിന്നെ ആർക്ക് കൺസിസ്റ്റൻസി. ഇപ്പൊ ഇത് ഏത് കൺസിസ്റ്റൻസിയാണ്? ജനറലൈസ് ആണ്. അപ്പോൾ ആ കൺസിസ്റ്റൻസി പഠിക്കുന്നത് നമ്മൾ ഡൊമൈൻസ് ഓഫ് വേരിയബിൾസ് നോക്കണം. സംടൈംസ് ഫൈൻഡിങ് എ സൊല്യൂഷൻ, സംടൈംസ് ദ ബൈൻഡ് CSV cannot be ഡൊമൈൻ സൈസ് 0 കഴിഞ്ഞാൽ CSV സോൾവ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അത് എക്സിൽ ഇൻഫ്ലുവൻസ് വഴി നോക്കുമ്പോഴും അപ്പോൾ എന്താ ആ കൺസിസ്റ്റൻസി ഫെയിൽ ആവും. അപ്പോൾ ഇപ്പൊ മാപ്പ് കളറിങ് നോക്കൂ, അപ്പോൾ ആ കൺസിസ്റ്റൻസി ഫെയിലിയർ ആയതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഫെയിലിയർ വരുന്ന കേസിലാണ് ഈ ജനറലൈസ് ആപ്പ് വരുന്നത്. മനസ്സിലായി? അപ്പോൾ ആ കൺസിസ്റ്റൻസി ക്യാൻ ഡു നത്തിങ് ബിക്കോസ് ഇഫ് എവരി വേരിയബിൾ ഈസ് ഓൾറെഡി ആ കൺസിസ്റ്റൻസി. മനസ്സിലായി? അപ്പോൾ ഇവിടെ നോക്കുക, ഓസ്ട്രേലിയക്ക് വിത്ത് ഓൺലി 2 കളേഴ്സ്. നോക്കൂ, ഇപ്പൊ മാപ്പ് കളറിങ്ങിന് ഒരു അസ്യൂം ചെയ്യണം 3 കളർ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ 2 കളറേ നമ്മൾ കൊടുക്കുന്നുള്ളൂ, റെഡും ബ്ലൂ. ഇത് വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ?
കാരണം ഇപ്പൊ ആ ഉദാഹരണത്തിന് നമ്മൾ സൗത്ത് ഓസ്ട്രേലിയക്ക് 4 നെയ്ബേഴ്സ് ഉണ്ട്. എത്ര? 4 നെയ്ബേഴ്സ്. എന്തായാലും റെഡ് കൊടുത്തു കഴിഞ്ഞാൽ മറ്റേ ആള് റെഡ് എടുക്കാൻ പാടില്ല. പക്ഷെ സൗത്ത് ഓസ്ട്രേലിയ ഓൾറെഡി ബ്ലൂ ചൂസ് ചെയ്ത് വേറെ ആർക്കും ബ്ലൂ ചൂസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല അല്ലെ. റെഡ് വേണമെങ്കിൽ ചൂസ് ചെയ്യാം. പക്ഷെ റെഡ് ചൂസ് ചെയ്യാൻ മറ്റേ നെയ്ബർ അല്ലേ. അപ്പൊ ഈച്ച് ക്യാൻ ബി റെഡ് വിത്ത് ബ്ലൂ അറ്റ് എൻഡ് ഓഫ് ദി അതാണ് പറയുന്നത്. ഇവിടെ റെഡ് ആണെങ്കിൽ മറ്റേ ബ്ലൂ വരാം. ഇവിടെ ബ്ലൂ ആകുമ്പോൾ അവിടെ ഉണ്ട് വരാം. പക്ഷെ ക്ലിയർലി ദർ ഇസ് നോ സൊല്യൂഷൻ. വെസ്റ്റേൺ ഓസ്ട്രേലിയ നോർത്തേൺ ഓസ്ട്രേലിയ ഓൾ ടച്ച് ഈച്ച് അതർ. വി നീഡ് അറ്റ്ലീസ്റ്റ് 3 കളേഴ്സ്. അതുകൊണ്ടാണ് നമ്മൾ ആ കൺസിസ്റ്റൻസി ടൈറ്റൻസ് ഡൗൺ ദ ഡൊമൈൻസ്. ആർക്ക് ഉപയോഗിച്ചിട്ട് ഡൊമൈൻസിനെ ടൈറ്റൻ ചെയ്യാൻ എന്താ, ഈ 3 പോയിട്ട് എന്താണ് 2 ആക്കുകയും ചെയ്യും അല്ലേ. നമ്മൾ പറഞ്ഞില്ലേ ഇപ്പോ ആ ഏർലി ഫിഗറിൽ മറ്റേ ഏതായിരുന്നു മറ്റേ നോർത്ത് സൗത്ത് വെയിൽസും മറ്റേ ടെറിട്ടറിയും കമ്പയർ ചെയ്ത് അതിൽ 3 ഉണ്ടായിരുന്നു. പോയിട്ട് ഒരു കളറായി മാറ്റി. അതാണ് ആ കൺസിസ്റ്റൻസി. അത് ഞാൻ റെഡ് ചൂസ് ചെയ്യുന്ന നിന്റെയുള്ള റെഡ് കളയണം, ബാക്കി ഗ്രീൻ ആയിരിക്കും. ഇനി അവന്റെ നെയ്ബർ നോക്കുമ്പോൾ അവർ ഓൾറെഡി ഗ്രീൻ ചൂസ് ചെയ്താൽ ഇവിടെ അവൻ്റെ ബ്ലൂ ഉണ്ട്, ഗ്രീനും ബ്ലൂ ഉണ്ട്, ഗ്രീന് ഒഴിവാക്കി അവസാനം ബ്ലൂ ആയി മാറി. അപ്പൊ ആദ്യം ഉണ്ടായ സെറ്റ് ഡൊമൈൻസ് ആണോ ഇപ്പൊ ഉള്ളത്? അല്ല. അപ്പൊ ടൈറ്റൻസ് ചെയ്യണം. ഇതിനർത്ഥം ആർക്ക് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാണ്? ടൈറ്റൻസ് ചെയ്യാം. ഇനി അടുത്ത കൺസിസ്റ്റൻസിയാണ് പാത്ത് കൺസിസ്റ്റൻസി. നമ്മൾ പഠിച്ചത് നോഡ് കൺസിസ്റ്റൻസി, പിന്നെ ആർക്ക് കൺസിസ്റ്റൻസി, പിന്നെ ജനറലൈസ് കൺസിസ്റ്റൻസി, ജനറലൈസ്ഡ് ആർക്ക് അല്ലേ. ജനറലൈസ്ഡ് ആർക്ക് എന്തായിരുന്നു? ജനറലൈസ്ഡ് ആർക്ക് അല്ലെങ്കിൽ ഹൈപ്പർ ആർക്ക് എന്ന് വേണം പറയാം. ഓക്കെ, ഞാൻ പറയാൻ വിട്ടു വരാം. ഈ പാത്ത് കൺസിസ്റ്റൻസി ബൈനറി കൺസ്ട്രെയിൻസിനെ ടൈറ്റൻ ചെയ്യാം. മറ്റേത് ഡൊമൈൻസിനാണ് കൺസ്ട്രെയിൻസ്. ഇതിന് ആർ കൺസ്ട്രെയിൻ. പാത്ത് ഞാനും അവനും മാത്രം എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഒരു മൂന്നാമത് ഒരു വേരിയബിൾ, അതായത് ഇപ്പോൾ x1 x3 എനിക്ക് ഇവർ തമ്മിൽ നോക്കുമ്പോൾ ഞാൻ റെഡ് ചൂസ് ചെയ്തു, ബ്ലൂ ചൂസ് ചെയ്തു, ഒരു ഇഷ്യൂ ഇല്ല. പക്ഷെ മൂന്നാമതൊരാള് ഞാൻ ഇവിടെ മിഡിലേക്കാണ്, xj. അപ്പോൾ ഞാൻ ഇവിടെ നോക്കുമ്പോൾ ഇവിടെ റെഡ് ചൂസ് ചെയ്തു, ഇവിടെ ബ്ലൂ ചൂസ് ചെയ്തു. അപ്പോൾ ഇവിടെ ഗ്രീൻ ആണെങ്കിൽ എനിക്ക് ഇവർ തമ്മിൽ യാതൊരു പ്രോബ്ലം ഇല്ല, അതുപോലെ ഇവര് തമ്മിൽ യാതൊരു പ്രോബ്ലം ഇല്ല. എനിക്ക് വേറൊരു ഡയറക്റ്റ് വേ ഉണ്ട്, മനസ്സിലായോ? അതാണ് പറയുന്നത്. മൂന്നാമതൊരു വേരിയബിൾ ഇവിടെ മിഡിൽ വെക്കുകയാണെങ്കിൽ പാത്ത് കൺസിസ്റ്റൻസ് ആണോ ഇഞ്ചിക്കാനുള്ളത്. xj is path consistent with respect to third variable. If every assignment xiക്ക് ഞാൻ ഒരു റെഡ് കളർ കൊടുക്കുകയാണെങ്കിൽ xjക്ക് ഒരു ഗ്രീൻ കളർ കൊടുക്കുകയാണെങ്കിൽ അവർ കൺസിസ്റ്റന്റ് വിത്ത് ദ constraints on the xi. For every assignment there is assignment to xm that satisfy the xi. അപ്പോൾ ഞാൻ ഇവിടെ റെഡ് കൊടുക്കുകയാണെങ്കിൽ ഇവിടെ ബ്ലൂ കൊടുക്കുകയാണെങ്കിൽ ഞാനും ഈ മിഡിലായിട്ടും എന്താണ് കൺസിസ്റ്റന്റ് ആയിരിക്കണം. അതാണ് ദിസ് ഇസ് കോൾഡ് പാത്ത് കൺസിസ്റ്റൻസി. ഫോർ വൺ ക്യാൻ തിങ്ക് ഓഫ് ഇറ്റ് ലുക്കിംഗ് അറ്റ് പാത്ത് ഫ്രം xi to xj to xm. അതായത് നിങ്ങൾ പറയില്ലേ, നമ്മളിപ്പോ ഇങ്ങനെ പോയാലും ഡയറക്റ്റ് പോയാലും എളുപ്പത്തെത്തും. ഇനി ഈ വഴിക്ക് പോയി ആ വഴിക്ക് ഒരു സ്റ്റോപ്പിൽ നിന്ന് ഇറങ്ങി പിന്നെ ആ സ്റ്റോപ്പിൽ നിന്ന് ഡെസ്റ്റിനേഷൻ പോയാലും സംഭവം എന്താണ്, ഒരു പ്രശ്നവും ഉണ്ടാകാൻ പാടില്ല. അതാണ് ഇവിടെ നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി പാത്ത് കൺസിസ്റ്റൻസിയിൽ ഇപ്പൊ ഇവിടെ ഒരു ഉദാഹരണം പറയുന്നുണ്ട്. വെസ്റ്റ് ഓസ്ട്രേലിയ. ഇപ്പൊ ആ മാപ്പ് നോക്കുകയാണെങ്കിൽ ആ ഒരു ഫിഗർ നിങ്ങൾ നോക്കാം. വെസ്റ്റ് ഓസ്ട്രേലിയയും സൗത്ത് ഓസ്ട്രേലിയ ആദ്യം കൺസിസ്റ്റന്റ് നോർത്തേൺ ടെറിട്ടറിയാണ്. അതൊരു ഫിഗർ വീണ്ടും വരയ്ക്കുക. അത് ആ ഫിഗർ ഒന്ന് നോക്കണ്ടായിരുന്നു, നിങ്ങൾ ആ ഫിഗർ ഒന്ന് നോക്കുക. വെസ്റ്റേൺ ഓസ്ട്രേലിയ, ഐ തിങ്ക് സദേൺ ഓസ്ട്രേലിയ ഇവിടെ ആയിരുന്നു, വെസ്റ്റേൺ ഓസ്ട്രേലിയ ഇവിടെ ആയിരുന്നു, നോർത്തേൺ ടെറിട്ടറി ഇവിടെ ആയിരുന്നു. ഇയാളുടെ നെയ്ബറാണ് ഇത്, അതുപോലെ ഇയാളുടെ നെയ്ബറാണ് ഇത് അല്ലെ. അപ്പൊ നമുക്ക് അതുപോലെ ഇതും നെയ്ബറാണ് കേട്ടോ, സോറി. അപ്പൊ നമുക്ക് ഇങ്ങനെ പോയിട്ട് വേണമെങ്കിൽ സൗത്ത് ഓസ്ട്രേലിയ എത്താം, വേണമെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് പോവാം. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്. പക്ഷെ വിത്ത് റെസ്പെക്ട് ടു എംടിയുടെ കേസ് നോക്കുമ്പോൾ വെസ്റ്റ് ഓസ്ട്രേലിയക്ക് ഞാൻ റെഡ് കൊടുക്കുകയാണെങ്കിൽ സൗത്ത് ഓസ്ട്രേലിയക്ക് ബ്ലൂ വരാം. ഇനി വെസ്റ്റേൺ ഓസ്ട്രേലിയക്ക് ബ്ലൂ കൊടുക്കുകയാണെങ്കിൽ സൗത്ത് ഓസ്ട്രേലിയക്ക് റെഡ് വരാം. അപ്പോൾ കാരണം ഇവിടെ ഗ്രീൻ കൊടുത്തു കഴിഞ്ഞാൽ പ്രോബ്ലം ഇല്ലല്ലോ. സോ ബോത്ത് ഓഫ് ദീസ് അസൈൻമെന്റ്സ് NT. അപ്പൊ ഞാൻ ഇവിടെ റെഡ് കൊടുത്തു, ഇവിടെ ബ്ലൂ കൊടുത്തു. അപ്പൊ എന്തായാലും ഗ്രീൻ അസൈൻമെന്റ് എന്തായിരിക്കും, സോറി NT എന്തായിരിക്കും, റെഡും വരാൻ പറ്റില്ല, ബ്ലൂവും വരാൻ പറ്റില്ല. ഒരു ഉദാഹരണം പറയാണ്, ചിലപ്പോൾ ഇവിടെ വേണമെങ്കിൽ ഗ്രീൻ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ബ്ലൂ കൊടുത്തു കഴിഞ്ഞാൽ ഇയാൾക്ക്
റെഡ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ, ഗ്രീനും ഉപയോഗിക്കാൻ പറ്റില്ല, ബ്ലൂ ഉപയോഗിക്കാൻ പറ്റില്ല. സോ ദർ ഇസ് നോ വാലിഡ് ചോയ്സ് ഫോർ NT. We eliminate both assignments and we can end up with no valid assignments. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്, ഇവിടെ എന്താ പറഞ്ഞപ്പോ we see that both of these assignments, ഇവിടെ നമുക്ക് there are only two colors ഉപയോഗിക്കാം. ഇപ്പൊ ഇൻ ദിസ് കേസ് ഇപ്പോൾ NT വഴി പോവാണെങ്കിൽ അത് വെസ്റ്റേൺ ഓസ്ട്രേലിയ റെഡും സൗത്ത് ഓസ്ട്രേലിയ ബ്ലൂവും കൊടുത്തു ഉപയോഗിക്കാം. അങ്ങനെയാണെങ്കിൽ വി ക്യാൻ സീ ദാറ്റ് ഇപ്പൊ ഈ ഒരു അസൈൻമെന്റ്സിൽ കൊടുക്കുമ്പോൾ NT റെഡ് വരാൻ പറ്റില്ല, നോർമൽ, ബിക്കോസ് ഇറ്റ് വുഡ് കോൺഫ്ലിക്ട് വിത്ത്, അല്ലേ? കാരണം നോർത്തേൺ ടെറിട്ടറി ഇയാളുടെ നെയ്ബറാണ്, വെസ്റ്റേൺ ഓസ്ട്രേലിയൻ നെയ്ബറാണ്, സൗത്ത് ഓസ്ട്രേലിയയുടെ നെയ്ബറാണ്, അല്ലേ? ദർ ഇസ് നോ വാലിഡ് ചോയ്സ് ഫോർ NT. ഇതിന് വാലിഡ് ചോയ്സ് ഇല്ല, ആകെ രണ്ട് കളറിൽ വിൽക്കും സമുദായത്തിന്. വി ക്യാൻ എലിമിനേറ്റ് ബോത്ത് അസൈൻമെന്റ്സ്. ഈ രണ്ട് അസൈൻമെന്റ്സും എലിമിനേറ്റ് ചെയ്തു. വി എൻഡ് അപ്പ് വിത്ത് നോ വാലിഡ് അസൈൻമെന്റ്സ് ഫോർ വെസ്റ്റേൺ ഓസ്ട്രേലിയ. ദസ് വി ദാറ്റ്. അപ്പോൾ ഇവിടെ ഉദാഹരണത്തിന് പറയുന്നത് ഇതാ, അതാണ് ഇവിടെ ഫിഗർ കണ്ട. Path consistency pairs in color with two colors. So two colors. അതാണ് പറഞ്ഞ് ഇത് വെസ്റ്റേൺ ഓസ്ട്രേലിയയും നോർത്തേൺ ടെറിട്ടറി ഇവിടെയും, ഓക്കെ, സൗത്ത് ഓസ്ട്രേലിയ. അപ്പോൾ ഡയറക്റ്റ് വഴിയുണ്ട്, പക്ഷെ ഞാൻ ഇതിലൂടെ പോയിട്ട് ഇതിലേ പോകണമെങ്കിൽ ഞാൻ ഇവിടെ റെഡ് ചൂസ് ചെയ്ത് ബ്ലൂ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇയാൾക്ക് പിന്നെ കളർ കൊടുക്കാൻ ഒന്നുമില്ല. അതിൻ്റെ അർത്ഥം എന്താണ്? ആർക്ക് ഇൻകൺസിസ്റ്റൻസി ആണ്, അല്ലെങ്കിൽ പാത്ത് ഇൻകൺസിസ്റ്റൻസി ആണ്. ഓക്കെ, ഇനി നമ്മൾ കെ കൺസിസ്റ്റൻസി, നമ്മൾ ജനറലൈസ് കൺസിസ്റ്റൻസി പറഞ്ഞു, അതുപോലെ പാത്ത് കൺസിസ്റ്റൻസി തന്നെയാണ് കെ പറയും. കെ എന്ന് പറയുന്നത് കെ വേരിയബിൾ ഉണ്ടാവും. നമ്മൾ ജനറലൈസ്ഡ് എന്തായിരുന്നു ഒരു n വേരിയബിൾസ് എന്ന് വിചാരിക്കും. ഇവിടെ കെ എന്ന് പറയുന്നത് സെയിം തന്നെയാണ്, കെ കൺസിസ്റ്റൻസി എന്നാണ് പറയുന്നത്. മറ്റേത് ജനറലൈസ്ഡ് ആർക്കായിരുന്നു, അല്ലെ? ജനറലൈസ്ഡ് ആർക്കാണ്. പക്ഷെ ഇവിടെ കെ കൺസിസ്റ്റൻസി കഴിഞ്ഞാൽ ഒരു set of k minus 1 variables are. And for any constant assigned to those variables, a constant can always assign to any kth variable. അതായത് എനിക്കിപ്പോ മൊത്തത്തിൽ നമ്മളിപ്പോ എൻ്റെ ക്ലാസ് റൂമിൽ 10 പേരുണ്ട്, അല്ലെ? നമ്മൾ ക്രിക്കറ്റൊക്കെ നിങ്ങൾ ഷെഡ്യൂൾ നോക്കൂ, 10 ടീമുണ്ട്. പക്ഷെ ഈ ഒരു ടീം എത്ര മാച്ച് കളിക്കാം? അച്ഛട്ടെ 9 മാച്ച്. ഒരു പ്രാവശ്യം 9 മാച്ച്. കാരണം എന്താ? ഇയാള് മറ്റ് 1, 2, 1, 3, 1, 4, 1, 5, 1, 6, 1, 7, 1, 8, 1, 9, 1, 5. അത് കൺസിസ്റ്റന്റ് ആയിരിക്കാം. പക്ഷെ ഡ്യൂപ്ലിക്കേറ്റ് വരാനും പാടില്ല. മനസ്സിലായോ? അതാണ് പറയുന്നത് ഇവിടെ കെ കൺസിസ്റ്റന്റ്. പക്ഷെ അത് കൺസിസ്റ്റന്റ് ആയിരിക്കണം. ഞാൻ റെഡ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അയാള് ബ്ലൂ ആയിരിക്കണം. പിന്നെ അടുത്ത ആൾ നോക്കും, ഞാൻ റെഡ് ചൂസ് ചെയ്തിട്ട് അയാള് വേറെ ഏതെങ്കിലും പറയാം. റെഡ് വരാനും പാടില്ല. അപ്പൊ അതിൽ നമുക്ക് കെയുടെ അവിടെ 1 കൊടുക്കുകയാണെങ്കിൽ അത് യൂണിക് ആണ്, അത് യൂണറി കൺസിസ്റ്റന്റ് ആണ്. കെക്ക് 2 കൊടുക്കുകയാണെങ്കിൽ അത് നോട്ട് കൺസിസ്റ്റന്റ് ആണ്. നോട്ട് കൺസിസ്റ്റൻസി സെയിം ആസ് എന്റെ കേസ് മാത്രം എടുക്കണം, 1 വേരിയബിൾ മാത്രം. 2 വേരിയബിൾ ആകുമ്പോൾ ആർക്ക് 2 വേരിയബിൾ. അപ്പോൾ ബൈനറി കൺസിസ്റ്റന്റ് നെറ്റ്വർക്ക് 3 കൺസിസ്റ്റൻസി ആണ്. പക്ഷേ ഈ ബൈനറി കൺസിസ്റ്റന്റ് 3 കൺസിസ്റ്റന്റ്, നമ്മൾ ഇടയിൽ ഒരു വേരിയബിൾ ഇല്ലേ, അതാണ് നമ്മൾ പഠിച്ചപ്പോൾ ലാസ്റ്റ് പഠിച്ച പാത്ത് കൺസിസ്റ്റന്റ്, പാത്ത് കൺസിസ്റ്റൻസി. അപ്പോൾ SCSP is strongly k consistent. If it is k consistent and is also k minus 1 consistent, അപ്പോൾ k consistent ആണ് എന്ന് പറയുന്നത് എന്ത് ചെയ്യണം? അയാള് ഒന്നിലും സാറ്റിസ്ഫൈഡ് ആയിരിക്കണം, 2 നോട്ടിലും സാറ്റിസ്ഫൈഡ് ആയിരിക്കണം, 2-ൽ കൂടുതൽ 3-ാമത് ഞാൻ വേറെ വഴിക്ക് പോയിട്ട് ഇയാളിലൂടെ എത്തുന്നു എന്തായിരിക്കണം? ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നം ഇല്ലാതിരിക്കണം. ഇപ്പൊ നിങ്ങളുടെ ക്ലാസ് 44 പേരുണ്ട്, ഞാനും വന്നു. അപ്പോൾ ഞാൻ ഓരോരുത്തരായിട്ടും ഓരോ സ്റ്റുഡൻ്റായിട്ടും കൺസ്റ്റന്റ് ആണോ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു 45 കൺസിസ്റ്റൻസി. കാരണം ഞാൻ എടുക്കും 45 പേരായല്ലോ. സപ്പോസ് വി ഹാവ് CSP വിത്ത് NOS, make it focus P choose a constant value. ജസ്റ്റ് ഇങ്ങനെ പറയുന്നതാണ്, ശ്രദ്ധിക്കേണ്ട ഇത് ഞാൻ പറയുന്നു. അപ്പോൾ ഇനി algorithm for establishing mistake. അപ്പോൾ the exponentially worst കേസിൽ ഓർഡർ ഓഫ് n സ്ക്വയർ ആണ് ഇവിടെ പറയുന്നത്, ഓർഡർ ഓഫ് n2d ആണ് പറയുന്നത്. അത് നിങ്ങൾ നോക്കിയാൽ ഫോർ x3 3 കൺസ്റ്റന്റ്, അപ്പൊ അങ്ങനെ n സ്ക്വയർ ദെൻ 2 അല്ല കേട്ടോ, n സ്ക്വയർ ആണ്. അതായത് n വേരിയബിൾസ് ഉണ്ടെങ്കിൽ ഓരോ ഡൊമൈനും ചെക്ക് ചെയ്യണം, അപ്പൊ മൾട്ടിപ്ലൈ. ഓക്കെ, ഓരോ ഡൊമൈനും വെച്ചിട്ട് നമ്മൾ ചെക്ക് ചെയ്യും. ഞാൻ റെഡ് ചൂസ്, എനിക്ക് ഏത് വരെ ചൂസ് ചെയ്യാം. 10 കളറാണെങ്കിൽ
10 ഏത് വേണമെങ്കിൽ ഞാൻ ചൂസ് ചെയ്യാം. പക്ഷെ ഞാൻ ഒന്ന് ചൂസ് ചെയ്ത ബാക്കി 9 എനിക്ക് ചൂസ് ചെയ്യാൻ പറ്റില്ല. അതുപോലെയാണ് മറ്റുള്ളവർക്കും ഈ ഒരെണ്ണം ഞാൻ ചൂസ് ചെയ്ത് അവർക്ക് 9 മാറും. അപ്പൊ എന്തായി ഇൻറ്റു 9 9 പേർക്കും 9 കളർ. അതാണ് n സ്ക്വയർ ഇൻറ്റു d. ഓക്കെ, അപ്പോൾ ഇൻ ഫാക്ട് ഡിറ്റർമിൻ ദ അപ്രോപ്രിയേറ്റ് ലെവൽ ഓഫ് ഡിസിഷൻ ട്രീ. ഇനി നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നതാണ് ഗ്ലോബൽ കൺസ്ട്രെയിന്റ്. അപ്പൊ നിങ്ങൾ ഇതുവരെ കേട്ടില്ല നമ്മൾ കൺസ്ട്രെയിൻസില് നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കൺസ്ട്രെയിന്റ് കിട്ടില്ലേ? അതൊക്കെയാണോ ബൈനറി കൺസ്ട്രെയിന്റ്, യൂണൽ കൺസ്ട്രെയിൻസ് അല്ലെ? ഇതിൽ നിന്ന് ഗ്ലോബൽ എന്താണോ അതിനെ കുറിച്ചാണ് ഡീറ്റെയിൽ. ഗ്ലോബൽ ഓൾറെഡി പറഞ്ഞതായിരുന്നു, പക്ഷെ ഡീറ്റെയിൽഡായിട്ടാണ് നമ്മൾ പറഞ്ഞത്. ഗ്ലോബൽ കൺസ്ട്രെയിന്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, എല്ലാ വേരിയബിൾസ് ഉണ്ടാവും. അതിലിപ്പോ സുഡോക്കിന്റെ കേസ് നോക്കുകയാണ്. ഇപ്പോൾ സുഡോക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ സുഡോക്കില് all different എന്നൊരു കൺസ്ട്രെയിന്റ്. സോ ദാറ്റ് all the variables involved must have different. നിങ്ങൾ സുഡോക്ക് അറിയുന്നേക്കുന്നു. സുഡോക്കിനെ കുറിച്ചൊരു ഗെയിം തന്നെ ഉള്ളൂ. ഇപ്പോൾ സുഡോക്ക് കേസിൽ 9 റോസ് ഉണ്ട്, 9 കോളംസ്. 9 റോസ് ഉണ്ട്, 9. ദാറ്റ് ഈസ് 81 വേരിയബിൾസ് ഉണ്ട്. ഇതിൽ 81 വേരിയബിൾസും ഡിസ്റ്റിങ്ക്റ്റ് വാല്യൂ ആയിരിക്കണം എന്നാണ് അത് പറയുന്നത്. അതായത് ഇവിടെ 0 to 9 അങ്ങനെയാണെങ്കിൽ ഇവിടെയും 0 to 9. 81 വേരിയബിളിൽ ഓരോ റോയിലും ഓരോ ഇൻഡിവിജ്വൽ വാല്യൂ വരാൻ പാടുള്ളൂ എന്നാണ് പറയുന്നത്. n വേരിയബിൾസ് ആർ ഇൻവോൾവ് ഇൻ ദ കൺസ്ട്രെയിന്റ്, if they have n possible. ഇവിടെ അതാണ് ഇവിടെ പറയാനുള്ളത്. ഇപ്പൊ ഇവിടെ നമ്മളിപ്പോ ഉദാഹരണത്തിന് നമ്മളിപ്പോ ഇപ്പൊ 15 വേരിയബിൾസ്, 15 കേരളത്തിൽ 14 ജില്ലയുണ്ട് ചെയ്യാം. 10 വാല്യൂസ് ഉള്ളൂ, 10 ഡൊമൈൻസ് തന്നിട്ടുള്ളൂ. അത് and also if they have n possible distinct value all together. അതായത് ഇവിടെ പറയാൻ വരുന്നത് എന്തറിയോ, ഇതെങ്ങനെയാണ് ഇൻകൺസിസ്റ്റന്റ് ഡിറ്റക്ഷൻ വരുന്നത്? ഇപ്പോൾ ഗ്ലോബൽ കൺസ്ട്രെയിന്റിന് ഇപ്പൊ നിങ്ങൾ എത്ര ആലോചിക്കും, 44 പേര് ഇൻഡിവിജ്വൽ കളർ കിട്ടാം. അപ്പൊ എത്ര കളറാണ് നിങ്ങൾ എന്ന് പറഞ്ഞാൽ 44 പേർക്കും ഓരോന്ന് ഇൻഡിവിജ്വൽ കളർ കൊടുക്കാം. അപ്പൊ അതിൻ്റെ അർത്ഥം ഒന്നിനും ഈക്വൽ നമ്പർ ഓഫ് കളർ ഉണ്ടാവണം ആ സെറ്റിൽ, അല്ലെങ്കിൽ എബോവ് ഉണ്ടാവണം. ആണോ അല്ലയോ? യെസ് ഓർ നോ? ആവും അല്ലേ? അപ്പോൾ ഗ്രേറ്റർ ആണെങ്കിൽ മാത്രമേ ഈക്വൽ ഓർ ഗ്രേറ്റർ, അതാണ് എം ഈസ് ഗ്രേറ്റർ ദാൻ എൻ, ദെൻ ഓൺലി. ആൻഡ് എം വേവ്സ് എം, അതായത് 44 പേരുണ്ട്, പക്ഷെ 10 കളറുള്ള 14 ഗ്രേറ്റർ ദാൻ 10 അല്ലെ 40 ഗ്രേറ്റർ ദാൻ 10. അത് അങ്ങനെയാണെങ്കിൽ കൺസ്ട്രെയിന്റ് ഒരിക്കലും സാറ്റിസ്ഫൈഡ് ആവില്ല. അപ്പോൾ കൺസ്ട്രെയിന്റ് സാറ്റിസ്ഫാക്ഷൻ പ്രോബ്ലം എന്താവും? കൺസിസ്റ്റന്റ് അല്ല. അതാണ് ഇവിടെ. അപ്പൊ അതിനുവേണ്ടി ഗ്ലോബൽ കൺസ്ട്രെയിന്റ്, അതായത് ഞാൻ പറഞ്ഞല്ലോ 10 വേരിയബിളുണ്ട്, 5 കളറുള്ളൂ, അത് ഇൻകൺസിസ്റ്റന്റ് ആണ് എന്ന് പറയാൻ വളരെ സിമ്പിൾ അൽഗോരിതം ആണ്. നമ്മൾ AC3 അൽഗോരിതം എഴുതിയായിരുന്നു ആർക്ക് ഇൻകൺസിസ്റ്റന്റ് ആണ് ചെക്ക് ചെയ്യാൻ. പക്ഷെ അതിനേക്കാളും സിമ്പിൾ ആണ് ഇത്. വെറും 2 സ്റ്റെപ്പ്, ഒന്നുമില്ല. നമ്മളിപ്പോ എന്താ പറയാ, ഇപ്പൊ ഞാന് കേരളത്തിൽ കേസ് എടുക്കാം. കേരളത്തിൽ കേസ് എടുക്കുന്ന ഒരു ജില്ല എടുക്കുന്നേക്കാം. ഏത്? ഒരു പാലക്കാട് വരും. പാലക്കാട് ഞാൻ റെഡ് കൊടുത്തേക്കാം. പിന്നെ മറ്റ് ജില്ലകളിൽ നിന്നും ആ റെഡിനെ റിമൂവ് ചെയ്യണം. പിന്നെ അവർക്ക് റെഡിനെ ചൂസ് ചെയ്യാൻ പാടില്ല. സെയിം വേരിയബിൾസ് ഇൻവോൾവ് എത്തിക്കാൻ പോസിബിൾ. ഫസ്റ്റ് റിമൂവ് എനി വേരിയബിൾ ഇൻ ദ കൺസ്ട്രെയിന്റ്. അപ്പോൾ സിംഗിൾ ടേൺ ഡൊമൈനുള്ള സെറ്റിനൊക്കെ എന്ത് ചെയ്യണം? ആ വേരിയബിളൊക്കെ റിമൂവ് ചെയ്യണം. കാരണം അവർക്ക് ഒരു കളറുള്ളൂ, അപ്പൊ അവരിനെന്ത് ചെയ്യാം? റിമൂവ് ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും? വേരിയബിൾ കുറയും ചെയ്യും, ഡൊമൈൻസിനെ ഈക്വൽ ആക്കുകയും ചെയ്യും. അതാണ് പറയുന്നത് delete that the variables value from the domains of the remaining variables. പിന്നെ റിമൈനിങ് വേരിയബിളിൽ നിന്നും ആ വേരിയബിൾ, ഇപ്പൊ സിംഗിൾ ടേൺ ഡൊമൈൻ ഞാൻ റെഡ് ചൂസ് ചെയ്തു, അപ്പൊ ബാക്കിയുള്ള 9 കളർ ഉണ്ടാവുമല്ലോ, ആ 9 കളറ് അവരുടെ മറ്റ് ജില്ലയിൽ നിന്ന് 10 കളറിൽ നിന്നും ഈ ഒരു കളർ എന്ത് ചെയ്യണം? റിമൂവ് ചെയ്യണം. അതാണ് അവർ പറയുന്നത്. ഇതങ്ങനെ റിപ്പീറ്റ് എല്ലാ വേരിയബിൾസും സിംഗിൾ ടേൺ കളർ ഉണ്ടാവോ നോക്കാം. അതായത് എനി പോയിന്റ് ഒരു എം ടി ഡൊമൈൻ, ഇപ്പൊ ഞാൻ കേരളത്തില് 14 ജില്ലയുണ്ട്, പാലക്കാട് റെഡ് കൊടുത്തു, 10 കളറുള്ളൂ, പാലക്കാട് റെഡ് അങ്ങനെ കൊടുത്ത് 10 ജില്ലയിൽ 10 ഡിഫറെന്റ് കളർ വന്നു. ബാക്കി 4 ജില്ലകളിൽ കൊടുക്കാൻ കളറില്ല. അതായത് എന്തായി? എം ടി സെറ്റായി.
എം ടി ഡൊമൈൻ കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു ഇൻകൺസിസ്റ്റൻസി ഉണ്ട്. അതാണ് ഗ്ലോബൽ കൺസ്ട്രെയിൻ. ഗ്ലോബൽ കൺസ്ട്രെയിൻ എന്താണ്? 10 പേർക്ക് 10 ഡിഫറെന്റ് കളർ കൊടുക്കണം. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? 10 പേരുണ്ടെങ്കിൽ 10 ഡൊമൈൻ ഉണ്ടാവണം, കുറയാൻ പാടില്ല. ഓക്കെ, അതിന് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയാണ്. അതെങ്ങനെ ഇൻകൺസിസ്റ്റൻസി ആണ് എന്ന് ചെക്ക് ചെയ്യാനുള്ള അൽഗോരിതാണിത്. വെറും 2 സ്റ്റെപ്പ്. മറ്റ് ആർക്ക് ഇൻകൺസിസ്റ്റൻസിക്ക് AC3 അൽഗോരിതം, അത് 6-7 സ്റ്റെപ്പ് ഉണ്ട്. ഇത് 2 സ്റ്റെപ്പ്. ഇതാണ് കുറച്ചും കൂടി എഫിഷ്യന്റ് ആണെന്ന് ഇത് പറയാം. കേട്ടാ, ഇവിടെ നമ്മൾ നോക്കൂ. കേട്ടാ, ഇവിടെ ആഫ്റ്റർ അപ്ലൈ AC3 വിത്ത് പാർഷ്യൽ അസൈൻമെന്റ്. അപ്പോൾ ഇവിടെ പാർഷ്യൽ അസൈൻമെന്റിൽ AC3 വർക്ക് ചെയ്യും. പക്ഷെ ഇവിടെ ദിസ് ഈസ് സിമ്പിൾ കൺസ്ട്രെയിൻ ഫോർ ഹയർ ഓർഡർ കൺസ്ട്രെയിൻ. അവിടെ പാർഷ്യൽ അസൈൻമെന്റ് മാത്രമേ AC3 വർക്ക് ചെയ്യൂ. ഇവിടെ ഫുള്ളി അസൈൻമെന്റ് വർക്ക് ചെയ്യാം. പിന്നെ എത്ര കൺസ്ട്രെയിൻസ് ആണെങ്കിലും എന്ത് ചെയ്യും, ഇത് വർക്ക് ചെയ്യണം. ദിസ് മെത്തേഡ് കനോട്ട് ഡിറ്റക്ട് ഇൻകൺസിസ്റ്റന്റ് അസൈൻമെന്റ്. W equal to red നോട്ട്സ് സർവർ. അതാണ് ഇവിടെ പറയുന്നത്. കനോട്ട് ഡിറ്റക്ട് can detect. അത് കണ്ട, വെസ്റ്റേൺ ഓസ്ട്രേലിയയും നോർത്ത് സൗത്ത് വെയിൽസും എന്താണ്, അവർ തമ്മിൽ നെയ്ബേഴ്സ് ആണ്. ഞാൻ റെഡ് എടുത്തു, നീ റെഡ് എടുക്കാൻ പാടില്ല. Notice that the variables SA and T are quietly connected by the all different. Each pair must have 2 different colors. അപ്പോൾ after applying AC3 with partial domain of each variable, അപ്പോൾ എന്താ ഇവിടെ റെഡ് കൊടുത്തു കഴിഞ്ഞാൽ എന്താ, ബാക്കി ഗ്രീനും ബ്ലൂ ആവില്ലേ? Thus we have 3 variables and only 2 colors. So ഇതൊരു സിമ്പിൾ ഇൻകൺസിസ്റ്റൻസി. ഇനി അടുത്താണ് ഒരു കൺസ്ട്രെയിൻ കൂടി അവർ പറയുന്നുണ്ട്, അറ്റ്മോസ്റ്റ് കൺസ്ട്രെയിൻ. എന്താ ഈ അറ്റ്മോസ്റ്റ് കൺസ്ട്രെയിൻഡ്? അതായത് ഒരാൾക്ക് ഇത്രേ വരാൻ പാടുള്ളൂ. അതായത് ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ ചില വെക്കേഷൻ സമയത്ത്, വെക്കേഷൻ അല്ല, ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ 3rd സാറ്റർഡേ നമുക്കറിയാം. 3rd സാറ്റർഡേ ഞങ്ങൾക്ക് ലീവാണ്. 3rd സാറ്റർഡേ എന്താ പറയുക, സാറ്റർഡേസ് നിങ്ങൾക്ക് ലീവാണ്, എല്ലാവരും ലീവായിരിക്കാം എക്സാം. പക്ഷെ ആ സമയത്ത് ഒരു എക്സാം ഡ്യൂട്ടി വെച്ചിട്ടുണ്ടായിരിക്കാം, ഒരു PSCയുടെ എക്സാം ഡ്യൂട്ടി. അപ്പോൾ PSC എക്സാം കോളേജിൽ നടത്തുന്നു. അപ്പൊ നമുക്കറിയാം കോളേജ് സ്റ്റാഫ് എന്തായാലും വേണ്ടേ, എത്ര പേര് വരണം എന്ന് തലേദിവസം ഒരു കണക്ക് പറയും. ഇത്ര പേര് വരണം. രാത്രിക്കും ഒരു ഡ്യൂട്ടി ഉണ്ട്. രാത്രി ഒരു, അല്ലെങ്കിൽ നമ്മൾ ഒരു കമ്പനിയുടെ കേസ് എന്ന് പറയാം, നൈറ്റ് ഷിഫ്റ്റ് ഉണ്ട്, ഡേ ഷിഫ്റ്റ് ഉണ്ട്. ഇപ്പൊ നിങ്ങൾ ഹോസ്പിറ്റലൊക്കെ കേട്ടില്ലേ, നേഴ്സുമാര്. പക്ഷെ വേറൊരു കണ്ടീഷൻ ഉണ്ട്, അവർക്ക് എന്ത് ചെയ്യുന്ന, എപ്പോഴും നൈറ്റ് ഷിഫ്റ്റ് കൊടുക്കുന്നത്. എല്ലാ ആഴ്ചയും അവർക്ക് മാത്രം നൈറ്റ് ഷിഫ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടുമോ? അതുപോലെ അവർക്ക് എപ്പോഴും ഒരാൾക്ക് എപ്പോഴും ഡേ ഷിഫ്റ്റ് ആണ്, എനിക്ക് എപ്പോഴും ഡേ ഷിഫ്റ്റ് ആണ്, അതും ശരിയല്ല. എല്ലാവർക്കും ഒരാൾക്ക് ഡേ ഷിഫ്റ്റ് ആകുമ്പോൾ മറ്റൊരാൾക്ക് നൈറ്റ് ഷിഫ്റ്റ് കൊടുക്കും, അയാൾ നൈറ്റ് ഷിഫ്റ്റ് ആകുമ്പോൾ ഇയാൾക്ക് ഡേ ഷിഫ്റ്റ് കൊടുക്കും. അപ്പൊ അങ്ങനെ ഒരു പ്രോബ്ലം ഇല്ല. പിന്നെ അത് മാത്രമല്ല, ഇപ്പോ 10 പേർക്ക് കൂടുതൽ വരാൻ പറ്റില്ല. അതാണ് ഇവിടെ പറയുന്നത്. ഇവിടെ ഒരു 4 ടാസ്ക് അസൈൻ ഉണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞു, ഇപ്പൊ എക്സാം ഡ്യൂട്ടിക്ക് ഒരു 5-6 ഹോളേ ഉള്ളൂ. അതിനുവേണ്ടി 10-20 സ്റ്റാഫ് 50 സ്റ്റാഫ് വരേണ്ട ആവശ്യം. മാക്സിമം ഇത്ര പേര് വന്നാൽ മതി, ബാക്കി ഇത്ര പേരിന് വേണ്ട, ബാക്കി ലീവ് എടുത്തോളാം, ഇനിയെല്ലാം വരണ്ട. അപ്പോൾ ഇവിടെ അതാണ് പറഞ്ഞത്. ഇവിടെ ഒരു സിമ്പിൾ എക്സാം പറയുന്നത് 10 പേഴ്സനെ കൂടുതൽ അസൈൻ ചെയ്യാൻ പാടില്ല. അപ്പൊ എത്ര വാല്യൂസ് ആണല്ലോ? 10. അപ്പൊ ഇതെങ്ങനെയാണ് ചെക്ക് ചെയ്യാൻ? വളരെ എളുപ്പ വഴിയാണ്. ഇൻകൺസിസ്റ്റൻസി മിനിമം വാല്യൂസ് ഓഫ് കറണ്ട്. ഇപ്പൊ കറണ്ട് ഡൊമൈൻസ്, ഇപ്പൊ ഓരോ വേരിയബിളിനും 4 വേരിയബിൾ ഉണ്ടല്ലോ അല്ലെ, P1 P2 P3 P4. 4 പേഴ്സണിനാണ് 4 ടാസ്ക് അസൈൻ ചെയ്യുന്നത്. പക്ഷെ ഈ 4 പേഴ്സണിനും 4 ടാസ്ക് അസൈൻ ചെയ്തെങ്കിൽ 4 ടാസ്കിന് 4 വേരിയബിൾസ് ഉണ്ടാവുള്ളൂ. ഈ 4 വേരിയബിൾസിന് ഓരോ വാല്യൂസ് ഉണ്ട്. പക്ഷെ എന്താ, 10 പേഴ്സൺസ് വരാൻ പാടുള്ളൂ ആ ടോട്ടലില്. അപ്പൊ നോക്കൂ, 3ഉം 4 എത്രയാണ്? ഇത് എല്ലാം കൂടി കൂട്ടുക. ഏതൊരു 10 കൂടുതലാണ് എന്ത് ചെയ്യുക, ആ എന്താ പറയാ, കൺസ്ട്രെയിനെ ഒഴിവാക്കുക. അത്ര പേര് മതി. എനിക്ക് ഇതെല്ലാം കൂടി കൂട്ടി കഴിഞ്ഞാൽ ഇത്ര പേരെ വരാൻ പാടുള്ളൂ. അപ്പൊ 3, 4, 7, 7, 5, 12, 6, 18. 6നെ ഞാൻ ഒഴിവാക്കി. ഇനി ഞാൻ കൂട്ടി നോക്കും, 3, 4, 7, 7, 5, 12. അപ്പോഴും പറ്റില്ല. അപ്പൊ 5നെ ആദ്യം വലിയ വാല്യൂനെ റിമൂവ് ചെയ്യുക, പിന്നെ അതിന്റെ സെക്കൻഡ് ഹയസ്റ്റ് വാല്യൂ റിമൂവ് ചെയ്യുക. ഇനി 3, 4, 7. ഓക്കെ, ഇപ്പൊ ഓക്കെ, we can also consider the maximum range. It is no consider. So each variable in our example as 2, 3, 4, 5, 6. The values of 5 can be deleted. അപ്പൊ ഇതേ തന്നെ അടുത്ത എക്സാമ്പിൾ. ഇനി വേറൊരു എക്സാമ്പിൾ. ഈ ഒരു എക്സാമ്പിളിൽ എന്താണ്, എത്ര കൺസ്ട്രെയിന്റ്? 3, 2, 5 അല്ലെ, P1 P2 P3 P4 അല്ലെ.
അപ്പോൾ ഇവിടെ 10 പേരെ പാടുകയാണ്. 10, 2, 3, 5, 4, 9, 12 വാല്യൂസ് 5 and 6 ഡിലീറ്റ് ചെയ്തു. ശരിക്കും ഇത് 2 വരുന്നില്ല, ഇവിടെ ഇതാണ് ഈ എക്സാമ്പിൾ കേട്ടോ. ഇത് തെറ്റാണ്, ക്വസ്റ്റ്യൻ തെറ്റാണ്. 3, 4, 5, 6 5 6 റിമൂവ് ചെയ്തു. ബാക്കി റിമൈനിങ് എത്രയാണ്? 3, 4 ആണ്. 3, 4. അപ്പോൾ അറ്റ്മോസ്റ്റ് ഇത്ര പേരെ പാടുള്ളൂ. ഇത് നിങ്ങൾ കാര്യം ഇവിടെ പിടികിട്ടിയല്ലോ. അതായത് ആ ടാസ്ക് ഇപ്പോൾ 4 ഇപ്പം ഞാൻ പറയാം, ഉദാഹരണത്തിന് എക്സാം നടത്താം, PS എക്സാം ഒരു 200 3 ലാബ് ആവശ്യമുള്ളവർക്ക് 3 ലാബിന് ഈ 2 സ്റ്റാഫ് വെച്ച് വേണമെങ്കിൽ ഒരു അഡ്മിൻ വെച്ച് കഴിഞ്ഞാൽ ഒരു മാക്സിമം 2, 3, 2 പിന്നെ വെള്ളം കൊടുക്കാനും ഒരു 10 സ്റ്റാഫ് വന്നാൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൽ കൂടുതൽ വരാൻ പാടില്ല. കാരണം ഡ്യൂട്ടി ഇല്ലല്ലോ അവർ കൊടുക്കാൻ. അതാണെന്ത് പാത്ത് കൺസിസ്റ്റൻസി. ഓക്കെ, ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അടുത്ത ടോപ്പിക്കാണ് ബൗണ്ട് പ്രൊപ്പഗേഷൻസ്. നമ്മൾ കൺസ്ട്രെയിൻ പ്രൊപ്പഗേഷൻ ഓൾറെഡി ഞാൻ പറഞ്ഞു. അത് ഓരോ കൺസ്ട്രെയിൻ്റെ പ്രൊപ്പഗേഷൻ ചെയ്ത് ഇയാൾ കൺസിസ്റ്റന്റ് ആണോ, ഇയാൾ കൺസിസ്റ്റന്റ് ആണോ, ഇയാൾ കൺസിസ്റ്റന്റ് ആണോ, അങ്ങനെ ഓരോ നോടായിട്ട് കൺസിസ്റ്റന്റിനെ പ്രൊപ്പഗേറ്റ് ചെയ്യണം. ഇനി ബൗണ്ട് പ്രൊപ്പഗേഷൻ പറഞ്ഞാൽ നമ്മൾ ആ കൺസിസ്റ്റൻസിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം, ലോവർ ബൗണ്ട്സും അപ്പർ ബൗണ്ട്സും. ഇപ്പോൾ ഉദാഹരണത്തിന് പറയുന്നത് ഇത് മെയിനായിട്ട് പറയുന്നത് ഇപ്പോൾ 1000 ആൾക്കാരുണ്ട്. ഓക്കെ, അതിൽ 100 വെഹിക്കിളുണ്ട്. അതിലെ ബെസ്റ്റ് എക്സാമ്പിൾ ഈ എക്സാമ്പിളോട് നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ എയർലൈൻ ഷെഡ്യൂളിംഗ് 2 ഫ്ലൈറ്റ് ഉണ്ട്. കമ്പനിയാർ 2 ഫ്ലൈറ്റ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. പക്ഷെ അവർ പറയുന്നത് ഒരു പ്ലെയിൻ്റെ കപ്പാസിറ്റി 165 മറ്റേ ഫ്ലൈറ്റ് കപ്പാസിറ്റി 350 വരും. എന്നിട്ട് പറയാണ് ഈ 2 ഫ്ലൈറ്റ് കൂടി 420 പേര് വരണിക്കാം. 385 പേര് മറ്റേ ഫ്ലൈറ്റ് മാക്സിമം കപ്പാസിറ്റി, ഇതിന് മാക്സിമം കപ്പാസിറ്റി 160. പക്ഷെ നിങ്ങൾ എന്തായാലും 420 പേര് വന്നിരിക്കും. 1000 എംപ്ലോയീസ് ഉണ്ടാവും, അതിൽ ആരാവട്ടെ 420. പക്ഷെ എന്ത് ചെയ്യണം? കുറഞ്ഞത് ഇപ്പൊ ആദ്യം നമ്മൾ ഇനീഷ്യലി പറയാം ഫ്ലൈറ്റിൽ ആരും വന്നില്ല, കുഴപ്പമില്ല, ആരും വന്നില്ല. പക്ഷെ അവർ പറയുന്നത് ഒരു കൺസ്ട്രെയിന്റ് പറയുന്നത് ഇതാണ്. ഇനീഷ്യലി കൺസ്ട്രെയിന്റ് പറയുന്നത് 420 2 ഫ്ലൈറ്റും കൂടി കൂട്ടിയുണ്ടാവും. അതായത് ഇത് 165 ഇത് 350 കൂടി കഴിഞ്ഞാൽ ഇതിൽ 165 പേരും വന്നു ഈ ഫ്ലൈറ്റ് 300, അതായത് 2 പേരും ഫുള്ളായി. അപ്പൊ എന്തായാലും ഉറപ്പായിട്ടും 355 പിന്നെ ഒരു 15 കൂടി കൂട്ടിയാൽ 15 35 കൂടി കൂട്ടിയാൽ എന്തായാലും ഉണ്ടാവും 420. അപ്പൊ ഇതെന്ത് ചെയ്യും? പക്ഷെ ഇതിൽ ആരും കയറിയില്ല. പക്ഷെ ആ 350 പേരുള്ളൂ. ഈ കൺസിസ്റ്റന്റ് ആണോ? അല്ല. അപ്പൊ ഇത് നമ്മൾ എന്ത് ചെയ്തു? ലോവർ ബൗണ്ട്സിനെ നമുക്ക് വാല്യൂ മാറ്റണം. അപ്പൊ അതിനെന്ത് ചെയ്യുന്ന ഈ 385 420 കുറയ്ക്കുക. അതാണ് D1 ലോവർ ബൗണ്ട് മാറ്റണം. അതിനെ 420 മൈനസ് 385. അപ്പൊ എത്ര നമുക്ക് കിട്ടും? 35. അതാണ് ലോവർ ബൗണ്ട്. അപ്പർ ബൗണ്ട് മാറ്റണ്ട, ലോവർ ബൗണ്ട് മാത്രം മാറ്റിയാൽ മതി. കാരണം നമുക്കറിയാലോ ഒരു ഫ്ലൈറ്റിന് 165 കൂടുതൽ പിന്നെ വരണ്ട. അപ്പൊ അപ്പർ ബൗണ്ടിനെ മാറ്റേണ്ട ആവശ്യം അപ്പുറം അവിടെ പ്രസക്തി ഇല്ല. അതൊരു D2 ഇവിടെ പറയുന്നുണ്ട് നിങ്ങൾ മിനിമം ഇത്ര പേര് വന്നിരിക്കണം. പക്ഷെ 2 ഫ്ലൈറ്റും കൂടി പിടിച്ചാൽ 420 വരെ ഉണ്ടാവണം. അതാണ് കൺസ്ട്രെയിന്റ്. അപ്പോൾ 357 വന്നാൽ കുഴപ്പമില്ല. മിനിമം പറയും, മിനിമം 420 വരെ ഉണ്ടാവും. അതിൽ കൂടുതലായും കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇനി ഈ 0 മാറ്റണം. അത് രണ്ടാമത്തെ ഫ്ലൈറ്റിൽ മിനിമം ഇത്ര പേര് കയറണം പറയുന്നത്. അതെങ്ങനെയാ പറഞ്ഞാൽ ഈ 165 420 കൊണ്ട് മൈനസ് ചെയ്യുക. 420 165 മൈനസ് ചെയ്യാം, നമുക്ക് എത്ര കിട്ടും? 255 കിട്ടില്ലേ? എടാ ഇനി നിങ്ങൾ ശ്രദ്ധിക്കും, ഇതിപ്പോ സോറി ഇപ്പൊ നമ്മള് ഇപ്പൊ 35 750 കൂട്ടിക്കഴിഞ്ഞാൽ മിനിമം നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ മിനിമം ഇവിടെ പറയും 255 265 കൂടി നോക്കും 420 പക്ഷെ ഇവിടെ ഇത് ശ്രദ്ധിക്കുന്നില്ല. നമ്മൾ മിനിമം 35 കയറുന്നുണ്ട്. മാക്സിമം ഇപ്പൊ 255 255 35 കൂടി കൂട്ടി എത്ര വരും? 300 അല്ലെ, 519 790. പക്ഷെ ഇവിടെ അങ്ങനെയല്ല പറയുന്നത്, റെഡ്യൂസ് ദ ഡൊമൈൻസ് പറയുന്നത്. ഇവിടെ 35 മിനിമം ചുരുങ്ങിയതിന് കയറണം, പക്ഷെ മാക്സിമം 165 കയറുക. ഇവിടെ അതുപോലെ ഇരുന്നില്ല. പക്ഷെ നിങ്ങൾ എങ്ങനെ നോക്കേണ്ട ആവശ്യമില്ല. 255 155 കൂടി എത്രയാണ്? 420. ഇനി അതുപോലെ
300 ലോവറും ഇതും. ഇനി 35ഉം 355ഉം കൂടി കൂടി എത്രയായി? 420. അതാണ് പറയുന്നത് 420 മൈനസ് 35 ഇത്രേ ഉള്ളൂ. അത് നിങ്ങളത് മനസ്സിലാക്കിയാൽ മതി. അല്ലാണ്ട് ഇതും ലോവറും കൂടെ കൂട്ടാൻ പറ്റില്ല. ലോവറും ഹയറും കൂടെ കൂട്ടണം. അതായത് 255ഉം ലോവർ, ഇതിന്റെ ഹയർ. അപ്പൊ എത്രയായി? 420. ഇനി ഇതിന്റെ ലോവറും ഇതിന്റെ ഹയറും അപ്പോഴും 420 ആയില്ലേ? പക്ഷെ നേരത്തെ നോക്കൂ. ഇതിന്റെ ലോവറും ഇതിന്റെ ഹയറും അപ്പൊ 355 വരുന്നുള്ളൂ. ഇതിന്റെ ലോവറും ഇതിന്റെ ഹയറും അപ്പോഴും 165 വരുന്നുള്ളൂ. അപ്പോൾ സാറ്റിസ്ഫൈഡ് ആവുമോ? ഇല്ല. പക്ഷെ ഇത് സാറ്റിസ്ഫൈഡ് ആയി. ഇതാണ് ബൗണ്ട് പ്രൊപ്പഗേഷൻ. ഓക്കെ, ഇനി സോ അതാണ് പറയുന്നത്. റിവ്യൂ ഫോർ ബോത്ത് ലവ് ദർ എക്സിസ്റ്റ് സം വാല്യൂ ദാറ്റ്സ് അത് ആണ്. ഇത് മെയിൻ ആയിട്ട് പ്രാക്ടിക്കൽ കൺസ്ട്രെയിന്റ് പ്രോബ്ലംസിൽ സോൾവ് ചെയ്യുന്ന സംഭവമാണ്. ഇനി സുഡോ. ഓക്കെ, സുഡോ ഗെയിമിൽ നമ്മൾ ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്ന 81 സ്ക്വയർ ഉണ്ട്. അതായത് 9 ഓക്കെ, അത് എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇതിൽ 9 കോളംസ് ഉണ്ടാവും, 9 റോസ് ഉണ്ടാവും. അപ്പോൾ 9 81 സ്ക്വയർ. അതിൽ 9 0 to 9 വരെ വരാമല്ലോ. ഇതിൽ 0 to 9 വരാം, ഇതിലും 0 to 9 വരാം. ഓക്കെ, അപ്പൊ ആ ഒരു ഇതിനെ ഈ ഒരു ബോക്സിന് പറയുന്നതാണ് യൂണിറ്റ് പറയും. ഇതൊക്കെ വിടുക, ലെസ് ദാൻ അതൊന്നും നോക്കുന്നില്ല. പിന്നെ 81 വേരിയബിൾസ് ഉണ്ട് പറഞ്ഞു. അതിന് ഓരോ വേരിയബിളും ഓരോ സ്ക്വയർ. അപ്പോൾ 81 നമ്പേഴ്സ് ഉണ്ടെങ്കിൽ 81 സ്ക്വയർ. ഓക്കെ, അതായത് 81 വേരിയബിൾ. സോറി, ഇതില് ആ ടേബിൾ ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ ഇതിലിപ്പോ ഇത് എ ബി സി അങ്ങനെ എത്ര വാല്യൂ വരും? ഇ 5 ആണ്, എഫ് 6 ആണ്, ജി 7, എച്ച് ജെ ആണ് 10. അപ്പോൾ ഐ വരെ വരാം. അല്ലെ, ഐ വരെയാണ് 9. അപ്പോൾ അതുപോലെ കോളത്തെ എങ്ങനെ നമ്മൾ ചെയ്യും? ഇത് A1 ആണെങ്കിൽ ഇതെന്തായിരിക്കും? A2 അങ്ങനെ A9 വരെ. അതാണ് A1 ടു ടോപ്പ് റോ. ഇത് ടോപ്പ് റോ ആണ്. ഇത് I1 പറഞ്ഞതാ. ഇത് ലാസ്റ്റ് റോ, ബോട്ടം റോ. എം ടി സ്ക്വയേഴ്സ് 1 2 3 5 ഇതൊക്കെ 1 2 3 4 5 ഫ്രീ ഫീൽഡ് സ്ക്വയേഴ്സ്. ഓക്കെ, അപ്പൊ ഇതാണ് സുഡോക്കിന്റെ ഗെയിമിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് മാത്രം ഞാൻ പറഞ്ഞുതരാം. ഇതാണ് സുഡോ. അപ്പൊ നമ്മൾ ഇനീഷ്യലി എന്തായിരുന്നു? 81 സ്ക്വയർ ഉണ്ട്. 81 സ്ക്വയർ ഉണ്ട്. ഈ ഓരോ സ്ക്വയറിനെ യൂണിറ്റ് പറയും. ഫസ്റ്റ് റോവിനെ എ പറയും, ലാസ്റ്റ് റോവിനെ ഐ പറയും. അതില് ഈ ഒരു യൂണിറ്റ് റെപ്രസെന്റ് A1, ഈ ഒരു യൂണിറ്റ് റെപ്രസെന്റ് A2. അങ്ങനെ ഇനീഷ്യലി എത്ര തോന്നുന്നുണ്ട്? ഫ്രീ ഫീൽഡ് ആയിട്ടുള്ള, അത് എന്താ പറയാ, ഫുൾ അസൈൻഡ്, പാർഷ്യൽ അസൈൻഡ് തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് റൂള് അറിയണമല്ലോ അല്ലെ? റൂള് പറയുന്നത് ഈ റോയിലോ ഒരേ നമ്പർ വരാൻ പാടില്ല. ഇപ്പൊ 3 വന്നു കഴിഞ്ഞാൽ ഇനി 3 ഇവിടെ വരാൻ പാടില്ല. അതുപോലെ ഈ 3 ഇവിടെ വന്നു, ഈ കോളത്തിൽ 3 വരാൻ പാടില്ല. ഇവിടെ 3 എവിടെ വന്നിട്ടുണ്ടോ? വന്നിട്ടല്ല, ഇവിടെ ഫിൽ വരാൻ പാടില്ല. ആ ഒരു കണ്ടീഷൻ മാത്രം. പിന്നെ അത് മാത്രമല്ല, ഇതിപ്പോ എത്ര നമ്പേഴ്സ് ഉണ്ട് നമ്മുടെ? 9 നമ്പേഴ്സ്. അപ്പൊ 1 2 3 4 5 6 7 8 9. അതായത് ഈ ഒരു ബോക്സും കൂടി നോക്കാം. ഇതില് എന്താ ചെയ്യാ? റിപ്പീറ്റ് ആവാൻ പാടില്ല. മനസ്സിലായോ? അതായത് ഇവിടെ ആണെങ്കിൽ നിങ്ങൾക്ക് കാണാം, ഇവിടെ 3 ഉണ്ട്, ഇവിടെ 3 ഉണ്ട്. അതിന്റെ അർത്ഥം എന്താണ്? ഇത് വേറൊരു കളിയാണ്, ഇതൊരു വേറൊരു കളിയാണ്. ഇപ്പൊ നമ്മൾ ഇനി ഏറ്റവും മനസ്സിലാക്കേണ്ട ഏറ്റവും എളുപ്പം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമ്പേഴ്സ് ഉള്ള ഏത് കോളത്തിലാണ്? ഇതാ 6. ഈ 6 എന്ന കോളത്തില് ഈ ഒരു ബോക്സ് മാത്രം ഫ്രീ ഉള്ളൂ. ഈ ഒരു ബോക്സും ഫ്രീ, ഈ ഒരു ബോക്സും ഫ്രീ. ബാക്കിയൊക്കെ ഫിൽഡ് അല്ല, ബാക്കിയെല്ലാം ഫിൽഡാണ്. അപ്പോൾ കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഞാൻ അടുത്ത സ്ലൈഡ് പറഞ്ഞുതരാം. എന്നാലും അതിൽ ആൻസർ ഉണ്ട്, എന്നാലും ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇപ്പൊ ഞാൻ ഇത് കണ്ടുപിടിക്കാമോ? ഇതിൽ ആൻസർ ഇവിടെ ഉണ്ട്. ഇത് കണ്ടുപിടിക്കാമോ? ഇവിടെ ഞാൻ ഏത് വാല്യൂ? ഇവിടെ 2 വന്നു, 3 വന്നു. അതായത് 0 ഇല്ല, 1 ഇല്ല, 9 ഇല്ല അല്ലെ? 3 വാല്യൂസ്. 0 ഇല്ല, 0 അല്ലല്ലോ, 1 അല്ലേ? 0 to 9
10 ആണല്ലോ, സോറി 0 അല്ല, 1 പിന്നെന്താ 9 ഓൾറെഡി ഉണ്ട്, 7 വരാം, 6 വരാം. അതായത് ഇവിടെ 1 വരാം, അല്ലെങ്കിൽ ഇവിടെ 6 വരാം, ഇവിടെ 9 വരാം. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നോക്കൂ, ഇവിടെ ഞാൻ 6 ഇട്ട് കഴിഞ്ഞാൽ ഈ റോയിൽ 6 ഓൾറെഡി ഉണ്ടല്ലോ, അപ്പൊ 6 ഇവിടെ എന്തായാലും വരുമോ? ഇല്ല. ഇനി നമ്മുടെ കയ്യിൽ അടുത്ത ഏതാണ്? 7 ഉണ്ട്. 7 എഴുതി വിചാരിക്കാം. ഈ കോളത്തില് 7 ഇല്ല, ഈ കോളത്തിൽ 7 ഇല്ല, അത് അവിടെ ഇരിക്കട്ടെ. ഓക്കെ, ഇനി ഇവിടെ ഞാൻ 1, അപ്പൊ 7 അവിടെ കേസ് ഇരിക്കട്ടെ. ഓക്കെ, അത് നമ്മളൊന്ന് റൗണ്ട് ചെയ്ത് വെക്കാം. 6 എന്തായാലും വരും നമുക്കറിയില്ല, അപ്പൊ 6 കട്ട് ചെയ്തു. 0 എന്തായാലും ഇല്ല, കാരണം ഇപ്പോ 3 6, ബാക്കി 9 നമ്പേഴ്സിൽ 6 ഫില്ലായി, ബാക്കി 3 ഉണ്ട്. അതിൽ 6 എന്തായാലും വലിയ പറഞ്ഞു അല്ലെ ഇവിടെ. അപ്പൊ ഇവിടെ എന്തായാലും നീ അടുത്ത 2 പോസിറ്റീവ് 7 1 വരാം. പക്ഷെ ഇവിടെ 7 വരണമെങ്കിൽ നമുക്ക് ഇവിടെ നോക്കാം. ഇവിടെ 7 വന്നു കഴിഞ്ഞാൽ ഇവിടെ 7 ഓൾറെഡി വന്നിട്ടുണ്ട്, അപ്പൊ 7 ഇവിടെ വരുമോ? ഇല്ല. ഇനി അടുത്ത് 1, ഇവിടെ 1 ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ വരുമോ? ഇല്ല. അപ്പൊ ഇവിടെ എന്തായാലും എന്തായിരിക്കും? ഉറപ്പായിട്ടും 6 വരുമോ? ഇല്ല. അപ്പൊ എന്ത് ചെയ്യും? ഇവിടെ 7 ആണ് വരിക. കാരണം ഇവിടെ 7 സാറ്റിസ്ഫൈഡ് ആവില്ല, ഇവിടെ 1 സാറ്റിസ്ഫൈഡ് ആവില്ല, ഇതും സാറ്റിസ്ഫൈഡ് അല്ല, ഇതും സാറ്റിസ്ഫൈഡ് അല്ല ഇവിടെ. അപ്പൊ ഇത് ഉറപ്പായിട്ടും ഇവിടെ ആയിരിക്കും 7 വരിക. ഇനി ഇവിടെ 7 വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പറയേണ്ട ആവശ്യമില്ലല്ലോ, ഇവിടെ 1 സാറ്റിസ്ഫൈഡ് അല്ല, അപ്പൊ ഇവിടെ ഉറപ്പായിട്ടും എന്തായാലും 6 ആയിരിക്കും വരിക അല്ലേ? 6 ആണോ 4 ആണോ? അല്ല സോറി, 6 അല്ലല്ലോ, 6 ഓൾറെഡി വന്നിട്ടുണ്ട്, സോറി 4. അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു മിനിറ്റ്, ഇവിടെ നമ്മള് ഏതൊക്കെയാ എന്താണ്, 1 വന്നിട്ടില്ല, 1 വന്നിട്ടില്ല, പിന്നെ 3 4 ഇല്ല, 5 6 7 ബൈ 6 ഉണ്ട്. അപ്പൊ ഇനി നമ്മൾ ഇവിടെ ശ്രദ്ധിക്കണം വരിക, ഇവിടെ ഞാൻ 1 എഴുതിയോ 4 എഴുതിയോ 7 ഏത് വേണമെങ്കിൽ വരാം, അപ്പൊ അത് അവിടെ ഇരിക്കുക. അപ്പൊ നമുക്കൊരു ഇൻഫറൻസിലൂടെ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ നോക്കി, ഇവിടെ 7 പറ്റുമോ? നോ പോസിബിൾ. അപ്പൊ 7 കട്ട് ചെയ്തു. ഏതർ 1 വരാം, 4 വരാം, അത് അവിടെ ഇരിക്കട്ടെ. അപ്പൊ അതിന് നമുക്ക് എന്തായാലും ഒരു സൊല്യൂഷൻ എന്തായാലും ഉണ്ടാവുമല്ലോ, അപ്പൊ നമുക്ക് ഇതും പറ്റില്ല. ഇനി ഞാൻ ഇവിടെ നോക്കി, ഇവിടെ 1 വരുമോ? ഇല്ല. ഇനി എന്ത് ചെയ്തു? ഇവിടെ ഞാനിപ്പോ 7 ഇട്ട് കൊടുത്തിരിക്കാം ഫോർ എക്സാമ്പിൾ, ഇവിടെയും 2 എണ്ണം കിട്ടും. അപ്പൊ ഞാൻ ആദ്യം തന്നെ ഇവിടെ ചെക്ക് ചെയ്തു, ഇവിടെ 1 4 7, അപ്പൊ ഞാൻ ഇവിടെ ഒരു 7 ഇട്ട് കൊടുത്തിരിക്കാം. അപ്പൊ ഈ ഭാഗത്ത് നിന്ന് 7 വരുമോ? ഈ ഭാഗത്ത് 7 ഇല്ല. ഇവിടെ ഞാൻ 7 ഇട്ട് കഴിഞ്ഞാൽ അതാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ ഓൾറെഡി 7 ഉള്ളതുകൊണ്ട് ഞാൻ ഇവിടെ 7 ഇട്ടു. അപ്പൊ എനിക്ക് ഇവിടെ 7 വരില്ല, നമുക്കറിയാം. ഇവിടെ 7 എന്തായാലും വരില്ല, നമുക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിന്ന് വരുന്നത്. ഇവിടെ എന്തായാലും നമുക്ക് 1 വരില്ല. അപ്പൊ ഓൺലി പോസിബിലിറ്റി ഏതാ? ഇവിടെയാണ് 4 വരിക. സോറി, ഇവിടെ ആയിരിക്കും 7 വരിക. ഇത് 4 വരാം, കാരണം ഇവിടെ 4 ഉണ്ടോ? ഇല്ല. ഇനി അപ്പൊ ഇവിടെ 7 വരി, 4 വരി ഇല്ല, ഏതായിരുന്നു 7 വന്നു, ഇവിടെ 4 എഴുതി, അല്ല ഇവിടെ 1 എഴുതി കുഴപ്പമുണ്ടോ? 1 എഴുതിയ കുഴപ്പമുണ്ടോ? 1 എഴുതാം. ഇവിടെ 1 വരാൻ പാടില്ല, അതാ പറഞ്ഞത്. ഇവിടെയും പോസിബിലിറ്റി ഉണ്ട്. 1 വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എന്ത് ചെയ്യും? അപ്പൊ ഇവിടെ 4 കണ്ട, ഇവിടെ 4, ഇവിടെ ഇവിടെ 7 1 7 എന്തുകൊണ്ട് കഴിഞ്ഞാൽ അത് ഇവിടെ ഏതാ എന്നിട്ട് നോക്കിപ്പോ നമ്മൾ ഇതിൽ നോക്കി 6th 1 ആണ് ഇവിടെ വന്നിരിക്കുന്നത്. 1 വരാൻ പാടില്ല ഞാൻ പറഞ്ഞല്ലോ, അപ്പൊ അതുകൊണ്ട് തന്നെ ഇവര് 1 ഇവിടെ എഴുതി, അത് 7 1 അങ്ങോട്ട് മാറിപ്പോയി. അപ്പൊ അത് കുഴപ്പമൊന്നുമില്ല. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്. കാണാം, ഇപ്പൊ ഇവിടെ സൊല്യൂഷൻ പറയുന്നത് എന്താണ്? A1ഉം A2ഉം A3ഉം A4ഉം എന്തായിരിക്കണം? എല്ലാം ഡിഫറെന്റ് ആയിരിക്കണം. അതായത് ആ റോയില് എല്ലാം ഡിഫറെന്റ് വാല്യൂ ആയിരിക്കണം. അതുവരെ കോളത്തിൽ B1 അതുവരെ രണ്ടാമത്തെ റോയിൽ, അങ്ങനെ എക്സെട്ര. അതായത് ഈച്ച് റോ ഹാവ് ഡിഫറെന്റ് വാല്യൂ. അതുപോലെ A1 ഏതാണ്? A1 B1, അതായത് ഒരേ കോളം, രണ്ടാമത്തെ കോളത്തിൽ സെയിം വാല്യൂ വരാനുള്ള. അതുപോലെ ഇനി A1 ആ ബോക്സ് ഇല്ലേ, മറ്റേ ബോക്സ്, ചെറിയ 3 കള്ളിയുള്ള ബോക്സ്, അതാണ് ഈ 3 റോ. ഒരേ റോ വരാൻ പറ്റില്ല, ഒരേ കോളത്തും ഒരേ വാല്യൂ വരാൻ പറ്റില്ല, ആ ഒരു സെല്ലിലും ഒരേ വാല്യൂ വരാൻ പാടില്ല.
ഈ റൂൾ വെച്ചിട്ടാണ് ഒരു സൊല്യൂഷൻ നൽകുക. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്. കേട്ടാ, ഇവിടെ ഒരു നോക്കൂ, ഇവിടെ നോക്കൂ, A1ഉം A2 എടുത്തു. നമ്മളിപ്പോൾ കൺസിഡർ E6 ആണ്, E6. ഇപ്പൊ ഇവിടെ empty square between the 2 and 8 ആണ്. 2 and 8 മിഡിൽ ബോക്സിൽ കൺസിഡർ വി ക്യാൻ റിമൂവ് നോട്ട് ഓൺലി 2 and 8. അപ്പൊ നമുക്ക് 1 and 6 ഫ്രം E6. അപ്പോൾ 1 and 7 നമുക്കറിയാം, നമ്മുടെ ഇപ്പോൾ 6 നോട്ട് 1 and 7 എടുക്കാം. പക്ഷെ എന്തുകൊണ്ട് നോട്ട് ഓൺലി 1 and 7, എന്തുകൊണ്ടാണ് 1ഉം 7 റിമൂവ് ചെയ്യാറില്ല? ഇവിടെ നമുക്ക് 7 ഇട്ട് കഴിഞ്ഞാൽ ഇത് വർക്കൗട്ട് ആവുമോ? ഇല്ല. ഇനി 1 ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ വർക്ക് ആവില്ല, അല്ലേ? ഇവിടെ 1 ഇട്ട് കഴിഞ്ഞാൽ യാതൊരു പ്രോബ്ലം ഇല്ല. പക്ഷെ ഇവിടെ എന്താ പറയുക, ഫ്രം ദ കൺസ്ട്രെയിൻസ് ഇൻ ദിസ് കോളം വി ക്യാൻ എലിമിനേറ്റ് 5, 6, 8. കൺസിഡർ ബിറ്റ്വീൻ 2 and 8. അപ്പോൾ ഇവിടെ നോക്കൂ, 5, 6, വി ക്യാൻ എലിമിനേറ്റ് 5, 6, 2, 8, 9, 3. മനസ്സിലായോ? അപ്പോൾ ദിസ് ലീവ്സ് ദി ഡൊമൈൻ. അപ്പോൾ ഇവിടെ നോക്കൂ, ഈ ഒരു കേസ് ആയി നോക്കുന്നത്, ഇതില് കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന ഏതാണ്? 2, 3, 5, 6, 8, 9, അല്ലെ? പക്ഷെ ഇടയിലത്തെ വാല്യൂ ഏതാ മിസ്സായത്? 4. ദാറ്റ് ലീവ്സ് വിത്ത് ഡൊമൈൻ ഓഫ് 4. ഇൻ അതർ വേർഡ്സ് വി നോ ദ ആൻസർ ഫോർ ദി E6. കാരണം ആര് പറഞ്ഞു, ഇപ്പൊ നമ്മളിപ്പോ 2, 3, 4 ആണ് ഇവിടെ വരേണ്ടത് വിചാരിക്കാം, അല്ലെങ്കിൽ 5, 6, 7 വരുമ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഇവിടെ 7 എന്തായാലും വലിയ അറിയില്ലേ? ഇത്രേ ഉള്ളൂ. ഇപ്പൊ നമ്മള് അവർ ചൂസ് ചെയ്തെങ്ങനെ അറിയാം? ഈ 4 കളർ നോക്കി ഇതിൽ ഏത് വാല്യൂ ആണ് നമുക്ക് അറിയണമല്ലോ, പെർഫെക്റ്റ് ആയി അറിയാൻ. ഇതിൽ നമ്മൾ നോക്കൂ, ഇതിലിപ്പോ 2 ഓൾറെഡി ഉണ്ട്, പിന്നെ 3. ഓക്കെ, നമ്മൾ ഇടയിൽ ഏത് വാല്യൂ മിസ്സായി നോക്കിയാൽ മതി. 2, 3, 4 അറിയില്ല, 4 ഇല്ല, 5 ഉണ്ട്, 6 ഉണ്ട്, 7 എന്തായാലും ഇവിടെ വരില്ല, നമുക്കറിയാം. നമ്മുടെ ഒരേ റോൾ വരാമില്ല, പിന്നെ 8. അപ്പൊ വരാൻ പോകുന്ന പോസിബിലിറ്റി എന്താ? പെർഫെക്റ്റ്ലി വി നോ ദ ആൻസർ 4. 4 ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ബാക്കി 2 വാല്യൂസ് നമുക്കറിയാം. ഏതൊക്കെയാണ്? 1, 2. 1 ഇവിടെ എന്തായാലും വരാൻ പാടില്ല, അപ്പോൾ ഇവിടെ എന്തായാലും നമ്മൾ 1 ഇട്ടു. അപ്പൊ മനസ്സിലായില്ലേ കാര്യം? ഇത്രേ ഉള്ളൂ, സിമ്പിൾ. ഓക്കെ, ഇനി ഇത് തന്നെയാണ് കണ്ടിന്യൂഷൻ. കണ്ട, ഇത് അതാണ് ഇവിടെ പറയുന്നത്. ഇനി നമ്മൾ അടുത്താണ് ബാക്ക് ട്രാക്കിംഗ് സെർച്ചിങ്. അത് ഞാൻ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം. ഓക്കെ, അണ്ടിൽ ദെൻ സൈനിങ് ഓഫ്. താങ്ക് യു സർ.